ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2022 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു ചൈനീസ് ക്രൈം മിസ്റ്ററി ത്രില്ലർ മൂവി ആയിട്ടുള്ള ലോസ്റ്റ് ഇൻ ദ സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം മുതൽ അവസാനം വരെയും ട്വിസ്റ്റിന് മേലെ ട്വിസ്റ്റ് വന്നിട്ട് എന്താണ് ഈ മൂവിയിൽ നടക്കുന്നത് പോലും അറിയാത്ത രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറഞ്ഞു പോകുന്ന ഒരു മൂവിയാണിത്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, വൺ ലൈഫ് പറഞ്ഞിട്ട് എന്തായാലും ആ ഒരു ഇൻട്രസ്റ്റ് കളയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ബൊർലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെയുള്ള ഒരു പോലീസ് സ്റ്റേഷനകത്ത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ഫെയ് ആ ഒരു പോലീസുകാരനോട് ഇങ്ങനെ പറയാണ്, സാർ ഇപ്പൊ എന്റെ ഭാര്യയെ കാണാതായിട്ട് 15 ദിവസമായി. ഈ 15 ദിവസമായിട്ട് ഞാൻ നിങ്ങളുടെ പുറകെ തന്നെ നടക്കാണ്. എന്റെ ഭാര്യയെ കണ്ടുപിടിക്കാൻ കഴിയോ ഇല്ലയോ, നിങ്ങൾ ഇപ്പൊ അതിനൊരു മറുപടി തന്നേ പറ്റൂ എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരനോടൊപ്പം തന്നെ നടക്കുമ്പോഴത്തേക്കും ആ ഒരു പോലീസുകാരനാണെങ്കിൽ ഫെയ് പറയുന്നതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ ഫെയ് പറയും, സാർ ഞാൻ പറയുന്നതുമല്ല നിങ്ങൾ കേൾക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ ദേഷ്യപ്പെട്ട്, സാർ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങളുടെ ഭാര്യ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോയി കാണും. ഇതേപോലെയുള്ള ഒരുപാട് കേസുകൾ ദിവസം ഇവിടെ വരാറുള്ളതാണ് എന്നല്ല ഒരു പോലീസുകാരൻ ഇങ്ങനെ പറയുന്നത്. നമ്മുടെ ഫെയ് ആണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അയാളെ ദേഷ്യപ്പെട്ട് ഒരു വഴക്കെല്ലാം പറയാൻ തുടങ്ങാണ്. ഇത് കേൾക്കുന്നത് പോലീസുകാർ എന്തായാലും അടങ്ങിയിരിക്കുകയോ ഒരിക്കലുമില്ല. ഫെയിൻ അങ്ങനെ പിടിച്ച് പുറത്തേക്ക് തള്ളി അവൻ ഇങ്ങനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ താഴെ വീണ നമ്മുടെ ഫെയ് ആണെങ്കിലും വിഷമിച്ചിട്ട് തന്റെ ഭാര്യനെ കാണാനില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് മറ്റൊരു പോലീസുകാരൻ ഇങ്ങനെ നടന്നു വരുന്നത്. അതുമല്ല ആ ഒരു പോലീസുകാരനാണെങ്കിൽ ഒരു ചൈനീസ് പോലീസുകാരനാണ്. അങ്ങനെ അയാൾ വന്ന് ഫെയിനോട് സംസാരിക്കുമ്പോഴത്തേക്കും ഫെയ് പറയും, സാർ ഇതേപോലെ എന്റെ ഭാര്യയെ കാണാനില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്റെ ഭാര്യയെ ഒന്ന് കണ്ടുപിടിച്ച് തരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഫെയ്, നീ ഇതേപോലെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ നിന്റെ ഭാര്യയെ കിട്ടത്തില്ല. സാർ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഇനി 5 ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ വിസ തീർന്നു പോകും. എനിക്ക് തിരിച്ച് എന്റെ നാട്ടിലേക്ക് തന്നെ പോകണം. അതിന് മുന്നേ എന്റെ വൈഫിനെ കണ്ടുപിടിക്കണ്ടേ. പക്ഷെ അവരാണെങ്കിൽ അത് മനസ്സിലാക്കുന്നത് പോലുമില്ല. ഫെയ്, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ തെളിവുകളില്ലാത്തൊരു കേസ് ഞങ്ങൾ എങ്ങനെ അന്വേഷിക്കാനാണ്? തെളിവിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫെയ് എവിടെ പോകുന്ന അവനും അറിയത്തില്ല. ശരി, ഇന്ന് എന്തായാലും ദിവസം കഴിഞ്ഞു, നാളെ എന്തായാലും എന്നെ ഒന്ന് വിളിക്ക്. ഇതാണ് എന്റെ വിസിറ്റിംഗ് കാർഡ്, നമുക്ക് രണ്ടുപേരും കൂടി ചേർന്നിട്ട് നിങ്ങളുടെ വൈഫിനെ അന്വേഷിക്കാം എന്നും പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരൻ ഫെയ്യിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. ഫെയ് ആണെങ്കിലും ഹോട്ടൽ റൂമിലേക്ക് ചെന്നിട്ട് അവന്റെ വൈഫിനെ കാണാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കുടിക്കുകയും ചെയ്യുന്നു. വെക്കേഷന് വന്നതാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട്. അതുമല്ല വെക്കേഷന് വരുമ്പോഴത്തേക്ക് എടുത്ത ആ ഒരു ഫോട്ടോസ് എല്ലാം എടുത്ത് ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കണ്ട് അവൻ കിടന്ന് ഉറങ്ങുകയും ചെയ്യുമ്പോഴത്തേക്കാണ് അവന്റെ സ്വപ്നത്തിൽ അവന്റെ ഭാര്യ വന്നിട്ട് പ്ലീസ് എന്നെ രക്ഷിക്കുന്നെല്ലാം ഇങ്ങനെ പറയുന്നത് പോലെ അവൻ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം കാണിക്കുന്നതും വിസ തീരാൻ വേണ്ടിയിട്ട് ഇനി വെറും 4 ദിവസം മാത്രമേ ഉള്ളൂ. അങ്ങനെ കിടക്കുന്ന സമയത്താണ് ഫെയ്യിന്റെ കയ്യിൽ മറ്റൊരാളുടെ കൈ വന്നിങ്ങനെ തട്ടുന്നത്. ഇതാരാണെന്ന് പറഞ്ഞിട്ട് ഫെയ് പെട്ടെന്ന് എഴുതി നോക്കുമ്പോൾ ഒരു പെണ്ണ് അവന്റെ അടുത്ത് തന്നെ ഇങ്ങനെ കിടക്കുന്നു ആ കട്ടിലില്. അപ്പോഴേക്കും ഫെയ് പെട്ടെന്ന് എഴുതിട്ട്, അല്ല അതെ നിങ്ങൾ ആരാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഫെയ്, നിക്ക് ഒരു 5 മിനിറ്റും കൂടി ഞാൻ എഴുന്നേക്കാന്ന് ഇങ്ങനെ പറയുന്നത്. ഫെയ്യിനൊന്നും മനസ്സിലാവുന്നില്ല. അല്ല എന്റെ പേര് നിനക്ക് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേഡിയെ എഴുന്നേൽപ്പിച്ച്, അല്ല നീ ആരായെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, ഫെയ് നിനക്ക് എന്താ പറ്റിയേ, ഞാൻ നിന്റെ ഭാര്യയാണെന്ന് ഇങ്ങനെ പറയുന്നതും. ആഹാ ഫെയ്, ഇതെന്താ വേറെ എന്തെങ്കിലും സ്വപ്നമാണോന്ന് അറിയത്തില്ല. ഫെയ് പറയും, നീ എന്റെ ഭാര്യയോ, ഞാൻ ഇതിനു മുന്നേ നിന്നെ കണ്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഫെയ്യിന്റെ ഭാര്യയാണെങ്കിലും പറയും, ഫെയ് നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം, ജസ്റ്റ് നിന്നെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണാതായെന്നുള്ള രീതിയിൽ ഇത്രയും ദിവസം നിന്നെ പറ്റിച്ചത്, ഞാൻ തന്നെയാണ് നിന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഫെയ്യിനൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് അവൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല. അവൻ പെട്ടെന്ന് എഴുന്നിട്ടിട്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും എടുത്ത ഫോട്ടോ ഒന്ന് കാണിച്ചു തന്നെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു ലേഡിയാണെങ്കിൽ പെട്ടെന്ന് അവളുടെ ഫോൺ എടുത്ത് ഇവർ തമ്മിലുള്ള ആ ഒരു ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ഇതും കൂടി കാണുന്നതും ഫെയ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വിസിറ്റിംഗ് കാർഡ് കൊടുത്ത ആ ഒരു പോലീസുകാരനാണല്ലോ അയാളെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ആ ഒരു പോലീസുകാരനാണെങ്കിലും വന്നിട്ട് ഇതവരാണെന്ന് ഉറപ്പിക്കണമല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ പാസ്പോർട്ട് തരാനായിട്ട് പറയുമ്പോൾ ആ ഒരു പാസ്പോർട്ടിൽ ഫെയ്യുടെ ഭാര്യയുടെ പേര് തന്നെയാണ് ഉള്ളത്. അതുമല്ല ഇവരുടെ ഫോട്ടോയും ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പാസ്പോർട്ട് ഫേക്ക് ആയിട്ടുള്ളതല്ല, ഒറിജിനൽ തന്നെയാണ്. അപ്പോഴേക്കും ആ പോലീസുകാരൻ ചോദിക്കും, ഫെയ് നിങ്ങളുടെ പാസ്പോർട്ട് ഇങ്ങനെ തരാൻ പറയുമ്പോൾ ഫെയ് ആണെങ്കിൽ അവന്റെ പാസ്പോർട്ട് തിരക്കുന്നുണ്ട്, പക്ഷേ എവിടെ വെച്ചെന്ന് അവൻ അറിയാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും ആ ഒരു ലേഡി ആണെങ്കിലും പെട്ടെന്ന് നിന്ന് അവന്റെ പാസ്പോർട്ട് കറക്റ്റ് ആയിട്ട് എടുത്ത് നമ്മുടെ പോലീസുകാരിൽ കൊണ്ടിങ്ങനെ കൊടുക്കും. അപ്പൊ ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് എന്തായാലും ഇത് തന്നെയായിരിക്കും അവന്റെ ഭാര്യ. അപ്പൊ പോലീസ് ആണെങ്കിലും പാസ്പോർട്ട് എല്ലാം ചെക്ക് ചെയ്ത് നോക്കി, ഫെയ് ഇത് തന്നെയാണ് നിങ്ങളുടെ ഭാര്യ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക്, സാർ ഇതിലെന്തോ ഒരു തെറ്റ് നടക്കുന്നുണ്ട്, ഇതൊരു പക്ഷേ ഫേക്ക് ആയിട്ടുള്ള പാസ്പോർട്ട് ആയിരിക്കാം, ഇവർ നമ്മളെ പറ്റിക്കാണ്. നീ എന്റെ ഭാര്യ അല്ലാന്ന് എനിക്കറിയാം, ശരി നമുക്ക് എപ്പോഴാണ് കല്യാണം നടന്നത്, ആ ഒരു ഡേറ്റ് ഒന്ന് പറയുമ്പോൾ അവളും കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് തന്നെയാണ് പറയുന്നത്. ശരി അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് എവിടെ വെച്ചാ, സ്കൂബ ഡൈവിങ്, എന്റെ ജീവൻ രക്ഷിച്ചത് നിങ്ങളല്ലേ എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് അത് പറഞ്ഞിട്ട് തന്റെ ഭർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം കാണിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും ഇത് കണ്ട് നമ്മുടെ പോലീസ് ആണെങ്കിലും മേഡം ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്തായാലും സമാധാനമായിട്ടിരിക്കും, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും ഫെയ് ആണെങ്കിൽ ആ ഒരു പോലീസുകാരന്റെ കൂടെ വന്നിട്ട്, സാർ ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, എന്റെ ഭാര്യ എനിക്ക് അറിയത്തില്ലേ, ഇവിടെ മറ്റെന്തോ നടക്കുന്നതെന്നെല്ലാം ഇങ്ങനെ പറയുന്നതും പോലീസുകാരനാണെങ്കിൽ ഇപ്പോൾ എന്തായാലും അത് വിശ്വസിക്കുന്നില്ല. അപ്പോഴേക്കും ഫെയ് പെട്ടെന്ന് ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു ലേഡിയെ വിളിച്ചിട്ട്, സാർ ഇവർ കണ്ടിട്ടാണ് എന്റെ ഭാര്യയെ എന്നും പറഞ്ഞിട്ട് ആ ഒരു ലേഡിയെ വിളിച്ച് അടുത്തേക്ക് ചെയ്തിട്ട്, മേഡം നോക്ക് അതെന്റെ ഭാര്യയല്ലല്ലോ, നോക്കിയിട്ട് പറ സാറിനോട് പറയുന്ന ഇങ്ങനെ പറയുമ്പോൾ
അവരാണെങ്കിലും പറയും, സാർ നിങ്ങൾ എന്തായി പറയുന്നത്, ഇത് നിങ്ങളുടെ ഭാര്യ തന്നെയല്ലേ, നിങ്ങൾ തമ്മിലെടുത്ത ആ ഫോട്ടോസ് എല്ലാം അവരെനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഫെയ് പറയും, ഓ അതെല്ലാം ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോസ് ആണ്, അവൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്, ഇതേ എന്റെ ഫോണിലുണ്ടല്ലോ ഫോട്ടോ, അത് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവന്റെ ഫോൺ അൺലോക്ക് ആക്കി അതിലെ ഫോട്ടോസ് എല്ലാം കാണിക്കുമ്പോഴത്തേക്കാണ്, ആഹാ ഇതില് ആ ഒരു ലേഡി തന്നെയാണ് നമ്മുടെ ഫെയ്യോടൊപ്പം നിൽക്കുന്നത്. ഇതും കൂടി ആകുമ്പോഴത്തേക്കും ഫെയ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും പെട്ടെന്ന്, ശരി എന്റെ ഭാര്യയുടെ തൊടയിൽ ഒരു തഴമ്പുണ്ട്, അതെന്തായാലും ഇവൾക്ക് കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ തള്ളിയിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് അവളുടെ ഡ്രസ്സ് ഇങ്ങനെ കീറി തൊടയിൽ ആ ഒരു തഴമ്പുണ്ടോ ഇല്ലെന്ന് നോക്കുമ്പോഴത്തേക്കും അതും അവിടെ തന്നെയുണ്ട്. ഷടാ ഇങ്ങനെ പോവാണെങ്കിൽ സത്യം പറയാലോ ഈ ഒരു ഹീറോയെ ഞാൻ എന്തായാലും പ്രാന്തനെന്ന് വിളിക്കും, ഇനി ഇവന് തന്നെ ആയിരിക്കും പ്രശ്നം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും കറക്റ്റ് അവന്റെ ഭാര്യ എഴുന്നേറ്റിട്ട് അവന്റെ മുഖത്ത് നോക്കി ഒരു ഒറ്റയാടി, എന്നിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ പോലീസുകാരനാണെങ്കിൽ ഇപ്പോൾ നല്ല ദേഷ്യമായി. നീ അവിടെ വെച്ച് ചെയ്ത ആ ഒരു കാര്യത്തിന് നിന്റെ ഭാര്യ എന്തെങ്കിലും കംപ്ലൈന്റ് തന്നു കഴിഞ്ഞാൽ നിന്നെ അപ്പം തന്നെ ഞാൻ പിടിച്ച് ജയിലിലിടും. പക്ഷെ അവളാണെങ്കിലോ അതുപോലെ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിനക്ക് നല്ലൊരു ഭാര്യയാണ് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് മര്യാദയ്ക്ക് അവളെ സമാധാനപ്പെടുത്തി ഇവിടെ നിന്ന് നല്ലതുപോലെ തിരിച്ചു പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് പോലീസുകാരൻ അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ ഫെയ് ആണെങ്കിലും ഇതെന്റെ ഭാര്യയല്ല, ഇത് വേറെ ആരോ ആണ് എന്ന് അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. അതുകൊണ്ട് അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഈ ഒരു നാട്ടിലേക്ക് വന്നിട്ട് ഇവർ ഒരുപാട് കടകളിലേക്കും റെസ്റ്റോറൻറ്റിലേക്കും എല്ലാം പോയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇവന്റെ യഥാർത്ഥ ഭാര്യ അറിയായിരിക്കുമല്ലോ, കാരണം ഇവരെ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അവരെന്തായാലും കണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവൻ ഓരോ ഷോപ്പുകളിലും കയറിയിരിക്കുന്ന ചോദിക്കാണ്. പക്ഷെ അവിടെ ഉള്ളവർക്കാണെങ്കിൽ നമ്മുടെ ഫെയ്യെ പോലും നല്ലതുപോലെ അറിയത്തില്ല, കാരണം ഡെയിലി ഒരു 10,000 പേര് അവിടെ വന്ന് പോകുന്നതാണ്. ഇതിനിടയിൽ ഇവരെ രണ്ടുപേരെ മാത്രമേ ഇപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ഫെയ് ആണെങ്കിൽ ഒരിടത്തിരുന്നിട്ട് അപ്പോഴാണ് ആലോചിക്കുന്നത് ഇവന്റെ ഭാര്യയുടെ ഒരു സുഹൃത്ത് അവർ ചൈനയിലുണ്ട്, അതുകൊണ്ട് ഇതെന്റെ ഭാര്യയല്ല എന്നുള്ള രീതിയിൽ ആ ഒരു ഫ്രണ്ടിനോട് പറയും. അതുകൊണ്ട് തന്നെ അവൾക്കറിയാലോ, അവൾ വിശ്വസിക്കും എന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫ്രണ്ടാണെങ്കിൽ അവനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അല്ല ഇവളെന്തിനാ എന്നെ ബ്ലോക്ക് ചെയ്തേക്കുന്നേ എന്നും പറഞ്ഞിട്ട് ആ ഒരു ഫ്രണ്ടിന്റെ പ്രൊഫൈൽ പിക്ചർ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അതിലൊരു ടാറ്റു ചെയ്തിരിക്കുന്നത് പോലെ ഇങ്ങനെ കാണുന്നത്. അതുമല്ല ആ സമയത്ത് തന്നെ കുറെ ചെറിയ കുട്ടികൾ നമ്മുടെ ഫെയ്യുടെ അടുത്തേക്ക് വന്നിട്ട് കളിക്കുന്നത് പോലെ അവരുടെ ദേഹത്തെല്ലാം ഇടിച്ചിടിച്ച് പാതി അവന്റെ ആ ഒരു പേഴ്സും അടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. പക്ഷെ ഫെയ് ആണെങ്കിൽ ഈ ഒരു കാര്യം അറിയുന്നതുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവന് മനസ്സിലാവുന്നത് തന്റെ പേഴ്സ് അടിച്ചുകൊണ്ട് പോയെന്ന്. അവിടെ കുട്ടിച്ചാത്തമാരെ അവിടെ നിൽക്കുന്നു പറഞ്ഞ് അവരുടെ പുറകെ ഇങ്ങനെ ഓടുന്നതും ചെറിയ കുട്ടികളല്ലേ, ഓടി പിടിക്കാൻ കഴിയത്തില്ല, അവരാണെങ്കിൽ നല്ല സ്പീഡിന് ഓടിയിട്ട് ഒരു ഇരുട്ട് ഭാഗത്തേക്ക് ഇങ്ങനെ ഓടിക്കയറുന്നതും നമ്മുടെ ഫെയ് ആണെങ്കിൽ ഓടിയിട്ട് അവരുടെ കൂടെ ചെല്ലാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് അവന്റെ മുന്നിലേക്ക് ബൈക്കിൽ ഒരു ലേഡി വന്നിങ്ങനെ നിൽക്കാണ്. എന്നിട്ട് നമ്മുടെ ഫെയ്യോട് പറയും, നിങ്ങൾ ഒരിക്കലും അതിനകത്തേക്ക് പോരുത്, വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് അവിടേക്ക് പോരുതെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ഫെയ് നോക്കുമ്പോൾ ഒരുപാട് ഗുണ്ടകൾ അതിനകത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ പേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം അടിച്ചു മാറ്റി അവരെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് അവരിൽ നല്ല ഇതിൽ മോഷണം നടത്തി ഓരോ കാര്യങ്ങൾ ചെയ്യാണ് ഇവര്. അതേസമയം തന്നെ ഇവരെല്ലാവരും ആ ഒരു ലേഡീനെ നമ്മുടെ ഫെയ്നെ അങ്ങനെ ചുറ്റി വന്ന് നിൽക്കുന്നതും ആ ബൈക്കിൽ വന്ന ആ ഒരു ലേഡിയാണെങ്കിൽ പെട്ടെന്ന് അവളുടെ ഹെൽമെറ്റ് ഇങ്ങനെ ഊരുമ്പോഴത്തേക്കാണ് എല്ലാവരും അവളെ കണ്ട് പേടിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഫെയിൻ്റെ ആ ഒരു പേഴ്സ് ഉണ്ടല്ലോ അതെടുത്ത് അവൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ താഴെ കിടന്ന ഒരു ബില്ലും കിട്ടുന്നു, അതൊരു കടയുടെ ബില്ലാണ്. അപ്പോഴേക്കും ആ ലേഡി പറയും ശരി സേഫ് ആയിട്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ ഫെയ് ആണെങ്കിൽ ആ ഒരു ബില്ലുള്ള കടയുണ്ടല്ലോ അവിടേക്ക് ഇങ്ങനെ പോവാണ്. അതുപോലെ അതൊരു ബുക്ക് ഷോപ്പും കൂടിയാണ്. അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ തന്നെ അവിടെ ക്യാമറ ഉണ്ട്, കാരണം CCTV എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണാൻ കഴിയും. എന്നിട്ട് അവിടേക്ക് ചെന്നിട്ടാണ് ആ ഒരു ലേഡിയോട് പറയുന്നത്, മേഡം ഈ ബില്ലിലുള്ള ടൈം അത് നിങ്ങളുടെ CCTV ഒന്ന് കാണിക്കാൻ കഴിയുമോ? അല്ല ഞാൻ എന്തിനാ അതെല്ലാം നിങ്ങളെ കാണിക്കുന്നത്, നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഇല്ല മേഡം എൻ്റെ വൈഫ് മിസ്സായിപ്പോയി, അവളുടെ ഫുട്ടേജ് എന്തായാലും ഇതിലുണ്ടാവും എന്നിങ്ങനെ അവരോട് പറയുമ്പോഴത്തേക്കാണ് വൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയെ നേരത്തെ കണ്ടിരുന്നല്ലോ അവൾ ഈ ഒരു ഷോപ്പിൽ നിൽക്കുന്നു. ഏയ് ഫെയ് നീ ഇവിടെ തന്നെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഫെയ് പറയും, എന്താ നീ എന്നെ ഫോളോ ചെയ്യണോ, നീ എൻ്റെ ഭാര്യയല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എൻ്റെ പുറകെ ഇങ്ങനെ വരുതെന്ന് പറയുമ്പോൾ ആ ഒരു ലേഡി ആണെങ്കിലും പെട്ടെന്ന് എന്താ മേഡം നിങ്ങൾ ഭർത്താവും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ അവളും ഇങ്ങനെ സംസാരിക്കുന്നതും നമ്മുടെ ഫെയ് ആണെങ്കിലും പെട്ടെന്ന് പോലീസിനെ വിളിച്ചിട്ട് എന്തായാലും ഈ ഒരു കടയുടെ CCTV ആ ഒരു ഫുട്ടേജ് എല്ലാം റെക്കോർഡ് ആയിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് പോലീസിനെ വിളിച്ച് ഇവിടേക്ക് വരുത്തിയിട്ട് സാർ അതിൽ നോക്കുന്നേ ശ്രദ്ധിച്ചു നോക്ക്, ഇതിലെല്ലാ സത്യങ്ങളും നമുക്ക് മനസ്സിലാവും എന്നിങ്ങനെ പറഞ്ഞ് അതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും കറക്റ്റ് ആ ഒരു ബില്ലിലുള്ള ടൈമിൽ തന്നെ ഇവർ രണ്ടുപേരും അകത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. അതുമല്ലാതെ ഇവൻ ആരാണോ തന്റെ ഭാര്യ അല്ല എന്ന് പറഞ്ഞത് ആ ഒരു ലേഡിയെ തന്നെയാണ് അതിലും കാണിക്കുന്നത്. പോലീസിന് ഇപ്പൊ നല്ല ദേഷ്യം വരുന്നുണ്ട്, നീ ആവശ്യമില്ലാതെയാണ് എന്റെ സമയം കളയുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഫെയ് പറയും സാർ നിക്ക് ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് അവൻ വന്ന് നോക്കുമ്പോഴും അതേ ലേഡിയെ തന്നെയാണ് അവൻ കാണുന്നത്. അങ്ങനെ നമ്മുടെ ഫെയ്ക്കാണെങ്കിൽ നല്ല ഇതിൽ ടെൻഷനായി, അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടെന്ന് തന്റെ കയ്യിലുള്ള ഒരു മരുന്നെടുത്ത് കഴിക്കാനായിട്ട് വരുന്നതും അവന്റെ ഭാര്യ എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ഉണ്ടല്ലോ അവള് പെട്ടെന്ന് ആ ഒരു മരുന്ന് വാങ്ങിയിട്ട് ഫെയ് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത് കഴിക്കരുതെന്ന് എന്ന് പറഞ്ഞിട്ട് അവൾ അത് തടയാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് അതിനിടയ്ക്ക് നമ്മുടെ പോലീസുകാരൻ കയറി ഫെയിനെ മാറ്റിയിട്ടാണ് ഈ ഒരു മരുന്ന് എന്താ അതെന്തുകൊണ്ടാണ് കഴിക്കരുതെന്ന് പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നതും ഫെയ്ക്ക് ന്യൂറോളജി കണ്ടീഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഡോക്ടർ ഈ ഒരു മരുന്ന് കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുമല്ലാതെ ഇതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്, അവന്റെ കണ്ണിന് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും, പല കാര്യങ്ങളും അവൻ മറന്നുപോകും.
അതുപോലെ ഒരു ദിവസം അവൻ ഉറങ്ങിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. എന്താണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ എന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. അങ്ങനെ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നിങ്ങനെ പറയുന്നതും ഇത് കേൾക്കുന്ന നമ്മുടെ ഫെയ്വെട്ടെന്ന് പറയും, സാർ ഇവള് കള്ളം പറയണം, ഇവള് നമ്മളെല്ലാവരെ പറ്റിക്കണം, ഇവളൊരു കള്ളിയാണെന്നെല്ലാം പറയുമ്പോൾ അവന്റെ ഭാര്യയാണെങ്കിലും പെട്ടെന്ന് വിഷമിച്ച് കരഞ്ഞ് അവിടെ നിന്ന് നടന്നങ്ങ് പോവാണ്. അപ്പോഴേക്കും ആ ഒരു പോലീസുകാരനാണെങ്കിലും ഫെയ്യുടെ അടുത്തേക്ക് വന്നിട്ട്, ഇതാണ് നിനക്കുള്ള ലാസ്റ്റ് വാർണിംഗ്, ഇതോടെ നിന്റെ കേസ് ഞാൻ അവസാനിപ്പിച്ചു, ഇനി എന്നെ വിളിച്ചു കഴിഞ്ഞാല് എന്നും പറഞ്ഞ് പോലീസുകാരൻ അവിടെ നിന്ന് പോകുന്നതും ഫെയ്ക്കാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ബാറിൽ വന്നിരുന്ന് വീണ്ടും മദ്യപിക്കുന്ന സമയത്താണ് അവിടെ ടി വിയിൽ ഒരു ന്യൂസ് ഇങ്ങനെ ഓടുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫെയ്യെ ബൈക്കിൽ വന്ന് രക്ഷിച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവളാണ് ഇപ്പോൾ ആ ഒരു ന്യൂസിലുള്ളത്. അപ്പോഴേക്കും ഫെയ് ആ ബാറിലുള്ള ഒരാളോട് ചോദിക്കും, അല്ല അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ, അത് ഫേമസ് ആയിട്ടുള്ള ഒരു ലോയറാണ്, ഇതുവരെ ഒരു കേസിൽ പോലും അവർ തോറ്റിട്ടില്ല എന്നുള്ള രീതിയിൽ അയാൾ പറയുമ്പോഴത്തേക്കും ഫെയ് എന്തായാലും തീരുമാനിക്കുകയാണ് അവരെ എന്തായാലും കാണാം എന്നുള്ള രീതിയിൽ. അവൻ ചിന്തിച്ചിട്ട് ചുറ്റിനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ലോയർ ആയിട്ടുള്ള ആ ലേഡി ഉണ്ടല്ലോ, അവൾ അവിടെ ഉണ്ട് ആ ഒരു ബാറിൽ തന്നെ. അപ്പോഴേക്കും ഫെയ് നേരെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു ലോയറിനെ കണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയണം, ഇതേപോലെ എന്റെ ഭാര്യയെ കാണാതായി, പക്ഷെ പെട്ടെന്നൊരു ദിവസം ഈ ഒരു സ്ത്രീ വന്നിട്ട് വേറെ ഏതോ ഒരു സ്ത്രീ വന്നിട്ട് എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് എന്നോടൊപ്പം നടക്കുന്നു. അതുപോലെ അവൾ കാണിക്കുന്ന തെളിവുകളെല്ലാം അവൾക്ക് പോസിറ്റീവായിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് നിങ്ങൾ വേണം എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ അവർ ചോദിക്കും, ഓക്കെ ശരി, നീ പറയുന്നത് പോലെ നിന്റെ വൈഫ് ഇപ്പോൾ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യ എവിടെയായിരിക്കും പോയിട്ടുള്ളത്, നീ എന്താ വിചാരിക്കുന്നേ, അല്ല നിനക്ക് ഡ്രസ്സിംഗ് റൂം സ്റ്റോറി അറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എന്ത് ഡ്രസ്സിംഗ് റൂമോ, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ അവളും ഒരു കഥ ഇങ്ങനെ പറയാണ്. ഇതേപോലെ നിങ്ങളെപ്പോലെ തന്നെയാണ് ഒരു ഭാര്യയും ഭർത്താവ് ഈ ഒരു നാട്ടിലേക്ക് വെക്കേഷൻ ആയിട്ട് ഇങ്ങനെ വന്നു. ഒരു ഷോപ്പിൽ ചെന്ന് ആ ഒരു ഭാര്യ ഒരു ഡ്രസ്സ് വാങ്ങി അത് ഇടാനായിട്ട് ഒരു ട്രയൽ റൂമിലേക്ക് കയറിപ്പോയി. ഭർത്താവാണെങ്കിൽ വെളിയിലുണ്ട്. ആ ട്രയൽ റൂമിൽ അടിയിലായിട്ടൊരു ഡോർ ഉണ്ട്, അത് ഓപ്പൺ ആയിട്ട് ആ ഒരു ഭാര്യ അതിനകത്തേക്ക് വീഴുമായിരുന്നു. ആ ഒരു കാര്യം ആ ഒരു ഭർത്താവിന് പോലും അറിയത്തില്ല. അവനാണെങ്കിൽ തന്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് ആ ഒരു നാട്ടിൽ മുഴുവനായിട്ട് അന്വേഷിച്ച് നടന്നു. അങ്ങനെ തന്റെ ഭാര്യയെ കണ്ടുകിട്ടാതെ അവസാനം ആ ഒരു ഭർത്താവ് അവന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. അങ്ങനെ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ ഒരു ഭർത്താവ് ഈ ഒരു നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു നാട്ടില് ഫ്രീക്ക് ഷോ എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ളൊരു ഷോയാണ്. അതില് കയ്യും കാലും ഇല്ലാത്ത ഒരു സ്ത്രീ അതാരാണെന്ന് കാണിക്കുമ്പോൾ കാണാതായിട്ടുള്ള അയാളുടെ ഭാര്യയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നല്ലതായിട്ടുള്ള ആളുകളെ ഈ ഒരു രീതിയിൽ തട്ടിക്കൊണ്ടുപോയി അവരെ വെച്ച് ഈ ഒരു രീതിയിൽ കാശുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഈ ഒരു സ്റ്റോറി നമ്മുടെ ഹീറോയോട് പറയുന്നതും അവനാണെങ്കിൽ ഈ ഒരു കാര്യം കേട്ടിട്ട്, അപ്പോൾ മേഡം എന്റെ ഭാര്യയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ, പ്ലീസ് നിങ്ങൾ വേണം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതുകൊണ്ട് ഈ ഒരു കേസ് നിങ്ങൾ എടുക്കുമോ എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു ലോയർ ആണെങ്കിലും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അവർ ബൈക്ക് എടുത്ത് ഇങ്ങനെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫെയ് നേരെ ആ ഒരു ലായറിന്റെ അവരുടെ വീട് അഡ്രസ്സ് കണ്ടുപിടിച്ച് അവിടേക്ക് ചെന്നിട്ട്, പ്ലീസ് മേഡം നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ, എനിക്ക് വിസ അവസാനിക്കാനായിട്ട് ഇനി വെറും 3 ദിവസം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ വേണം എന്റെ ഭാര്യയെ കണ്ടുപിടിച്ച് തരാനായിട്ട് എന്നിങ്ങനെ പറയുന്നതും ആ ഒരു ലോയർ ആണെങ്കിലും ആ ഒരു കേസ് എടുക്കുകയാണ്. എന്നിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ചോദിച്ച് മനസ്സിലാക്കാണ്, അല്ല നിന്റെ ഭാര്യ എങ്ങനെയുള്ള ടൈപ്പാണ്, എന്റെ ഭാര്യ വളരെ വളരെ നല്ലൊരു സ്ത്രീയാണ്, ഒരു ഇൻട്രോവേർട്ട്, മറ്റുള്ളവരോട് അധികം അങ്ങനെ സംസാരിക്കാറില്ല, അതുപോലെ അവൾക്ക് പെയിന്റിങ് ചെയ്യാനായിട്ട് നല്ല ആഗ്രഹമാണ്. ഓക്കെ ശരി, നീ അവളും തമ്മിൽ എപ്പോഴാണ് കണ്ടുമുട്ടിയത്, എപ്പോഴാണ് നിങ്ങളുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും സ്കൂബ ഡൈവിംഗ് ചെയ്യുന്ന ഒരു സ്ഥലം അവിടെ വെച്ചിട്ട് അവന്റെ ഭാര്യയ്ക്ക് ശ്വാസം കിട്ടാതെ വെള്ളത്തിനടിയിൽ പെട്ടുപോകുന്ന സമയത്ത് നമ്മുടെ ഫെയ് ആണ് അവളെ രക്ഷിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും വെളിയിലേക്ക് വന്ന് മുഖാമുഖം ആദ്യമായിട്ട് കാണുന്നതും ആ ഒരു സമയം തന്നെ അവർ തമ്മിൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പതിയെ പതിയെ ചാറ്റെല്ലാം ചെയ്തിട്ട് അവർ തമ്മിൽ ആ ഒരു റിലേഷന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഫെയ് പറയുന്നത്, എന്റെ ഭാര്യയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ അവൾക്കാണെങ്കിലേ എന്നെ ഒട്ടും ഇഷ്ടമല്ല, ഇപ്പൊ ഞാൻ മെസ്സേജ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ആ ഒരു ലോയർ ചോദിക്കും, ശരി നിന്റെ ഫ്രണ്ടിനെ പറ്റി വേറെ എന്താ നിനക്ക് അറിയാന്ന് ചോദിക്കുമ്പോൾ, ഇത് അവളുടെ പ്രൊഫൈൽ പിക്ചറാണ്, ഇതിലൊരു ടാറ്റു ഉണ്ട്, അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യയുടെ സുഹൃത്തും ഇതേപോലെ ഒരു ടാറ്റു അടിച്ചിരിക്കണം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും, ഓക്കെ ശരി ഇത് നമുക്ക് പിന്നീട് നോക്കാം, അല്ല നീ നിന്റെ ഭാര്യയും എന്തിനാണ് ഈ ഒരു നാട്ടിലേക്ക് വന്നത്, വേറൊന്നുമല്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 1 വർഷമായി, അതുകൊണ്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്, പക്ഷെ ഇപ്പൊ അവളെ കാണാനില്ല എന്നിങ്ങനെ പറയുന്നതും, ഓക്കെ ശരി ഫൈ എന്തായാലും ഞാൻ ഈ ഒരു കേസ് എടുക്കാൻ പോവാണ്, പക്ഷെ 3 കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, നീ എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം, എന്നോട് ഒരു കള്ളവും പറയരുത്, നീ സത്യം പറഞ്ഞാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. 3, ഞാൻ എന്ത് പറഞ്ഞാലും ഒരു ചോദ്യം പോലും ചോദിക്കാതെ ആ ഒരു കാര്യം ചെയ്തിരിക്കണം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുന്നതും ഫെയ് ആണെങ്കിലും ഓക്കെ പറയുന്നതും ഇവരിപ്പോ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവർ ആദ്യമായിട്ട് പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഫെയ് അവന്റെ ഭാര്യയും ഫോട്ടോ എടുത്ത ഒരു ഷോപ്പ് ഉണ്ട്, അവിടേക്കാണ് ചെല്ലുന്നത്. അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു കട ഇപ്പോൾ അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സാധനങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്ത് പറ്റിയെന്ന് അവിടെ വന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ്, ഞങ്ങളുടെ സർവർ മൊത്തമായിട്ടും ഇല്ലാതായി മാഡം. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതിനകത്തുള്ള ഒരു റൂമിൽ ഈ വെള്ളമല്ല, മഴ പെയ്തിട്ട് വെള്ളമല്ല അകത്തേക്ക് വീണിരിക്കുന്നു ജനാല വഴി, അതുകൊണ്ട് ഇവരുടെ സർവറും PC എല്ലാം അടിച്ചു പോയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ ലോയർ ആണെങ്കിലും അവിടേക്ക് ചെന്ന് പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോഴേക്കും ആ ഒരു ഓണറും പറയും, അത് എനിക്കറിയാം, എന്റെ കടയിൽ ജോലി ചെയ്തിരുന്ന അവളാണ് ഈ ഒരു കാര്യം ചെയ്തത്, എവിടെയിരുന്ന ഒരു സർവർ ഇവിടെ കൊണ്ടുവച്ചത് അവളാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേഡിയുടെ ID കാർഡ് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിലെടുത്ത നമ്മുടെ ഹീറോയും അവന്റെ ഭാര്യയും തമ്മിലെടുത്ത ഫോട്ടോസ് എല്ലാം എന്തായാലും അതിൽ കാണും. അത് നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം
ആരോ ഇത് ചെയ്യിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഹീറോ അയാളോട് ചോദിക്കും, അല്ല നിങ്ങൾ പറഞ്ഞ ആ ഒരു വർക്കറിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ ഈ ഇടയ്ക്ക് വല്ലതും വന്ന് സംസാരിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സ്ത്രീ വന്ന് സംസാരിച്ചിരുന്നു, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഫെയ് ലോയറിനോട് പറയും, ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മൾ വരുമെന്ന് അവർക്ക് എങ്ങനെയോ മനസ്സിലായി, അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം അവർ നശിപ്പിച്ചത്. ഇതെല്ലാം ചെയ്തത് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഇപ്പോൾ എൻ്റെ പുറകെ നടക്കുന്നുണ്ടല്ലോ, അവളായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. അല്ല അടുത്തതായിട്ട് നമുക്ക് എവിടെ പോവാം, ആ ഒരു ബുക്ക് ഷോപ്പിലേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, നേരെ ഹോട്ടലിലേക്ക് തന്നെ പോകുമെന്ന് പറഞ്ഞിട്ട് വണ്ടി അങ്ങോട്ട് വിടുമ്പോഴത്തേക്കാണ് നമ്മുടെ ഫെയ് ആണെങ്കിലും അവൻ്റെ ഭാര്യയെ കാണാതായിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും റൂമിൽ നിന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കായിരുന്നു. പക്ഷേ തൻ്റെ ഭാര്യയ്ക്ക് എന്തോ ശരീരം ശരിയല്ലാത്തത് കൊണ്ട് നിങ്ങൾ അവിടേക്ക് പോയിക്കോ, ഞാൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടും. അങ്ങനെ നമ്മുടെ ഫെയ് ആണെങ്കിൽ അവിടെ പോയിട്ട് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഒരുപാട് കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഫെയ് വിചാരിക്കും തന്റെ ഭാര്യയ്ക്ക് ചിലപ്പോൾ ശരീരം നല്ല ഇതിൽ ഭയത്തത് കൊണ്ടായിരിക്കും. എന്തായാലും അവളെ കാണാൻ പോവാന്ന് പറഞ്ഞ് അവിടേക്ക് പോകുമ്പോഴത്തേക്കും ഈ ഒരു റെസ്റ്റോറൻറ്റിലാണെങ്കിലും എന്തോ ഒരു പാർട്ടി പോലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുമല്ലാതെ അവിടെ ഉള്ളവരിൽ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് മദ്യം ഒരുപാട് കുടിക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യും ഫ്രീ ആയിട്ട്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫെയ് ആണ് അവർ പെട്ടെന്ന് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് അവനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന്, സാർ നിങ്ങൾ ഇത് കുടിക്കുന്നു പറയുമ്പോഴത്തേക്കും വേണ്ട വേണ്ട, ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകാണെന്ന് പറയുമ്പോൾ അവർ വിടാതെ അവിടെയുള്ള എല്ലാവരും അവനോട് കുടിക്കാനായിട്ട് ഇങ്ങനെ നിർബന്ധിക്കുന്നതും വേറെ വഴിയില്ലാതെ അവന് നല്ല രീതിയിൽ കുടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവന്റെ ബോധം നഷ്ടപ്പെട്ട് നേരെ ബാത്റൂമിലേക്ക് പോയിട്ട് നല്ല രീതിയിൽ ഛർദ്ദിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് എത്ര നേരം ഇവൻ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നെന്ന് അവൻ ഇപ്പോഴും അറിയത്തില്ല. എന്നിട്ട് വെളിയിൽ വന്ന് അവിടെ എല്ലാം തന്റെ ഭാര്യ അന്വേഷിക്കുമ്പോഴത്തേക്കും എവിടെ അന്വേഷിച്ചിട്ടും അവന്റെ ഭാര്യയെ പിന്നീട് കാണാനും കഴിയത്തില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നടന്നതെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും നേരെ ഫെയ് താമസിക്കുന്ന ആ ഒരു ഹോട്ടലിലേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ അകത്തേക്ക് പോകുമ്പോഴത്തേക്ക് ആ ഒരു ഹോട്ടലിന്റെ മാനേജറായാലും ഇവിടെ വെൽക്കം ചെയ്ത് അകത്തേക്ക് പോകുന്നതും അകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, ഒരു പക്ഷേ എന്റെ ഭാര്യ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോവാതെ അവളായിട്ട് സ്വയം തീരുമാനിച്ച് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവോ എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു ലോയർ ആണെങ്കിൽ അവിടേക്ക് വന്നിട്ട് അവന്റെ ഭാര്യ പെയിന്റ് ചെയ്യുന്നു പറഞ്ഞല്ലോ, ആ ഒരു ബ്രഷ് എടുത്ത് ഇത് നോക്ക്, നിന്റെ ഭാര്യ ഇഷ്ടപ്പെട്ടാണ് പോയതെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു പെയിന്റിംഗ് ബ്രഷ് മറ്റു കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകും. ഇവിടെ തന്നെ അത് വെച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യ സ്വയം തീരുമാനിച്ച് ഒരിക്കലും പോയതല്ല, അവളെ ആരോ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അതുമല്ല നമ്മൾ ഈ ഒരു ഹോട്ടലിനകത്തേക്ക് വരുമ്പോൾ ഈ ഹോട്ടലിന്റെ മാനേജർ കാണാൻ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയിരുന്നില്ലേ? അവൻ ധരിച്ചിരിക്കുന്ന ആ ഒരു കണ്ണടയുടെ വില തന്നെ ലക്ഷങ്ങൾ വരും. നിന്റെ ഭാര്യ എവിടെ പോയി, നിന്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു, എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇപ്പൊ പുതുതായിട്ട് നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ ഒരുത്തി വന്നല്ലോ, അവൾ എങ്ങനെ നിന്റെ ലൈഫിൽ വന്നു എന്ന് മാത്രമേ എനിക്കറിയാം എന്നുള്ള രീതിയിൽ നമ്മുടെ ലോയർ ഗസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഹീറോയോട് ഇങ്ങനെ പറയാണ്. നിന്റെ ഭാര്യയെ കാണാനില്ല എന്നുള്ള രീതിയിൽ നീ വളരെ ടെൻഷനിലായിരുന്നു. അങ്ങനെ നീ കുടിക്കുന്ന ആ ഒരു മദ്യത്തിലെ ഒരു മയക്കുമരുന്ന് അവർ മിക്സ് ചെയ്തിരിക്കണം. അതുമല്ല രാത്രി നീ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള ആധാരങ്ങളെല്ലാം അവരെടുത്ത് അത് ഫേക്ക് ആയിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അതുമല്ലാതെ നിന്റെ കൈയെടുത്ത് നിന്റെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് തന്നെ നിന്റെ മൊബൈൽ അൺലോക്ക് ചെയ്ത് നീയും ആ ഒരു ലേഡി ഉള്ളതുപോലെ ആ ഒരു ഫോട്ടോസ് എല്ലാം അവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നീ നിന്റെ ഭാര്യ അല്ലാന്ന് അവരോട് പറയുന്ന അവർക്കറിയാം, അതുകൊണ്ട് അവരെല്ലാം പ്ലാൻ ചെയ്തതാണ്. അതുമല്ലാതെ ആ ബുക്ക് ഷോപ്പില് ഇവരൊരു ഫൂട്ടേജ് കണ്ടിരുന്നല്ലോ, അതാണെങ്കിൽ ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ഫൂട്ടേജിലെ ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള ഭാര്യ വാങ്ങുന്ന ആ ഒരു ബുക്ക് ഉണ്ടല്ലോ, ആ ഒരു ബുക്ക് വേറെ, അതേപോലെ തന്നെ ഇവിടെ റൂമിനകത്തിരിക്കുന്ന ആ ഒരു ബുക്ക് വേറെ. അതുമല്ലാതെ ആ ഒരു ഫുട്ടേജ് നല്ലതുപോലെ കാണുമ്പോൾ തന്നെ അറിയാം അത് എഡിറ്റ് ചെയ്തതാണെന്ന്. അപ്പോൾ ഫെയ് ചോദിക്കും, ഓക്കെ അപ്പോൾ ഈ ഹോട്ടലിലുള്ളവർ എന്തുകൊണ്ട് അങ്ങനെയല്ല ചെയ്യുന്നത്, അവർക്ക് ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് എനിക്കും അറിയാനുള്ളത്, അവരെന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, ഈ ഹോട്ടലിലുള്ളവർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഉറപ്പാണ്, പക്ഷെ അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഫെയ് പറയും, ഓക്കെ നിങ്ങൾ പറയുന്നതെല്ലാം ശരി തന്നെയാണ്, പക്ഷെ എന്റെ ഭാര്യയെ പോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള ഒരാളെ എന്തിനാ അവർ റെഡിയാക്കണം, അത് തന്നെയാണ് എനിക്കും അറിയാത്തത് എന്നിങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഫേക്ക് ആയിട്ടുള്ള ആ ഒരു ഭാര്യ ഇതിനകത്ത് കയറി വരുന്നത് ഇവരിങ്ങനെ കാണും. അപ്പോഴേക്കും നമ്മുടെ ലോയറിനെ ആണെങ്കിലും പെട്ടെന്ന് ബാത്റൂമിനകത്ത് പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു ഭാര്യ വന്നിട്ട് പറയും, ഇന്ന് രാത്രി നമുക്ക് ക്യാൻഡിൽ ഡിന്നർ ഉണ്ട്, നിങ്ങൾ മറന്നുപോയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ടേബിളിൽ ഇതേപോലെ 2 ഗ്ലാസ് ഇരിക്കുന്നത് അവരിങ്ങനെ കാണും. അത് കണ്ടിട്ട് ആ ഒരു ഭാര്യ ഫേക്ക് ആയിട്ടുള്ള ഭാര്യയാണ്, അവളിങ്ങനെ ചിന്തിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ലോയർ പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട്, ഹായ് ഞാനാണ് ഫെയുടെ ലോയർ, എല്ലാ കള്ളങ്ങളും പൊളിച്ച് സത്യം വെളിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് ഞാനാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ ഒരു ലോയറിനെ എന്റെ റൂമിലെ ബാത്റൂമിൽ എന്താണ് ജോലി എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ലോയർ ആണെങ്കിലും ഒന്നും മിണ്ടാതെ വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നതും നമ്മുടെ ഫെയ് ആണെങ്കിലും പുറകെ ചെന്നിട്ട്, മേഡം നിങ്ങൾ എന്തിനാ വെളിയിലേക്ക് വന്നത്, അതിനകത്ത് തന്നെ ഇരുന്നൂടായിരുന്നു, ഇപ്പോൾ നിങ്ങൾ വെളിയിൽ വന്നതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുവാണെന്ന് അവൾക്കിപ്പോൾ മനസ്സിലായി കാണും. മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ, ഇന്ന് രാത്രി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ടെന്ന് അവൾ പറഞ്ഞില്ലേ, ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു മൈക്ക് ഫെയുടെ കയ്യിൽ ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ രാത്രിയാവുന്നതും ആ ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് അവനും ഡ്രസ്സെല്ലാം മാറ്റി നല്ല റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം തന്നെ ഫേക്ക് ആയിട്ടുള്ള ആ ഒരു ഭാര്യ വരുമെന്നും പറഞ്ഞിട്ട് അവനങ്ങനെ ഇരിക്കുന്നതും നമ്മുടെ ലോയർ ആണെങ്കിലും കുറച്ച് ദൂരെയായിട്ട് തന്റെ കാറിൽ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതുമല്ലാതെ നമ്മുടെ ഹീറോയുടെ കയ്യിൽ മൈക്കുള്ളത് കൊണ്ട് ലോയറിന് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാൻ കഴിയും. അപ്പോഴേക്കും തന്നെ ആ ഒരു ഫേക്ക് ആയിട്ടുള്ള ഭാര്യ ഉണ്ടല്ലോ, അവളിങ്ങനെ നടന്നു വരുന്നതും നമ്മുടെ ഫെയ് ആണെങ്കിലും നടന്ന് അവളുടെ അടുത്തേക്ക് ചെന്ന് തന്റെ യഥാർത്ഥ ഭാര്യയെ പോലെ തന്നെ കെട്ടിപ്പിടിച്ച് അവളെ വിളിച്ച് ആ ഒരു ചെയറിലിരുത്തിയിട്ട്, ഞാൻ നിന്നോട് ചോദിക്കാൻ പോകുന്ന ഒരേ ഒരു ചോദ്യം ഇത് മാത്രമാണ്, നീ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നത്, എല്ലാത്തിനും ഒരു വിലയുണ്ട്, ആ ഒരു വില മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ നിനക്ക് തരാം, എനിക്ക് എന്റെ ഭാര്യയെ മാത്രം തിരിച്ചു തന്നാൽ മതി
എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഫേക്ക് ആയിട്ടുള്ള ഭാര്യ അവളുടെ തനി സ്വഭാവം പുറത്തെടുക്കുന്നത്. വിലയോ അങ്ങനെയൊന്നൊന്നുമില്ല, എനിക്ക് എല്ലാം വേണം. നീ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒരു മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നില്ലേ, അത് കഴിച്ചത് കൊണ്ടാണ് നിനക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, സാക്ഷിയായിട്ട് പോലീസ് തന്നെയുണ്ട്. നീ എന്താ ഒരു വക്കീലിനല്ലേ റെഡിയാക്കിയിട്ടുള്ളൂ? നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു മെന്റൽ ഹോസ്പിറ്റൽ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നീ എന്നെ അടിക്കുകയോ കൊല്ലുവോ, നിന്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഇതെല്ലാം നിനക്ക് ഭ്രാന്താണെന്നുള്ള രീതിയിൽ നിന്നെ പിടിച്ച് ആ ഒരു ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കുന്നതും നിന്റെ സ്വത്തെല്ലാം എനിക്ക് കിട്ടും എന്നുള്ള രീതിയിൽ അവളിങ്ങനെ പറയുന്നതും ഫെയിനാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും അവൻ പെട്ടെന്ന് എന്റെ മുകളിൽ നിന്ന് എഴുന്നേക്കെന്ന് പറഞ്ഞ് അവളെ ഇങ്ങനെ പിടിച്ച് തള്ളി മാറ്റുകയാണ്. പക്ഷെ അവളാണെങ്കിലോ അവളെ വലിയ രീതിയിൽ തള്ളിയതുപോലെ ആ ടേബിളിലെ തുണിയെല്ലാം വലിച്ചെടുത്ത് താഴേക്ക് വന്നിങ്ങനെ വീഴാണ്. അപ്പോഴേക്കും അവൻ പെട്ടെന്ന് ഹേയ് നീ അഭിനയിക്കാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവൻ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അവൾ പറയാം അയ്യോ എന്നെ അടിക്കരുതെന്നെല്ലാം പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയുന്നത് എല്ലാവരെയും ഇപ്പോൾ വിശ്വസിക്കുക അവന് ഭ്രാന്താണെന്നുള്ള രീതിയിൽ ചുറ്റിനുള്ളവരെ ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. അതിനു വേണ്ടിയിട്ടാണ് അവൾ ഇപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഫെയ് ആ ഒരു ലോയറിനോടൊപ്പം കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മേഡം ഞാനല്ലാതെ ചെയ്തത്, അവളാണ് മനഃപൂർവ്വം അത് ചെയ്തത്. അവൾ എന്ത് ചെയ്തിരുന്നാലും നീ അതിൽ പെടരുതായിരുന്നു. ഇപ്പൊ അവിടെ ഉള്ളവരെല്ലാം വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നീ നിന്റെ ഭാര്യയെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞതുപോലെ നിന്നെ ഒരു ഭ്രാന്ത് ആശുപത്രിയിൽ അടയ്ക്കാനായിട്ട് അവളെ കൊണ്ട് എളുപ്പം കഴിയും. അത് കഴിഞ്ഞ് നിന്റെ സ്വത്ത് മൊത്തവും അവളുടെ പേരിൽ അവൾക്ക് മാറ്റാനും കഴിയും. അതാണ് അവളുടെ പ്ലാൻ എന്നിങ്ങനെ പറയുന്നതും ഫെയ് പറയും അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടില്ലേ, അതെല്ലാം നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചില്ലേ, ഇത് നമുക്ക് തെളിവായിട്ട് കൊടുത്തുവിടുന്ന ചോദിക്കുമ്പോൾ ഇതുപോലെയുള്ള വോയിസ് റെക്കോർഡൊന്നും തെളിവായിട്ട് ആരും സ്വീകരിക്കത്തില്ല, അതെല്ലാം അവർക്ക് പെട്ടെന്ന് തന്നെ മാറ്റാൻ കഴിയും എന്നിങ്ങനെ പറയുന്നതും അപ്പോൾ എന്റെ ഭാര്യ അവൾ എന്ത് ചെയ്യും, അവളെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്നെല്ലാം ചോദിക്കുമ്പോൾ ലോയർ ആണെങ്കിലും പെട്ടെന്ന് പറയും അതിനൊരു വഴിയുണ്ട്, നീ പുറകിലേക്ക് നോക്കിയേ എന്നിങ്ങനെ പറയുമ്പോൾ ഇവരുടെ പുറകിൽ തന്നെ മറ്റൊരു കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ആരാണെന്നറിയോ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ ഫോളോ ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അവർ അയച്ചിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അവനെ വെച്ചിട്ടാണ് നിന്റെ ഭാര്യയെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞിട്ട് ഇവർ നേരെ ആ ഒരു ഹോട്ടൽ റൂമിലേക്ക് തന്നെ വരുന്നു. എന്നിട്ട് റൂമിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇവരെ ഫോളോ ചെയ്ത് വന്നവൻ വെളിയിൽ കാറും കൊണ്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ഫെയ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് അവനൊരു ഫോൺ കോൾ വരുന്നു. പക്ഷെ അതാണെങ്കിൽ അവൻ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോഴേക്കും അവർ ലോയർ പറയും ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഈ ഒരു ഫോൺ കോൾ വരുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നീ അത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ലോയർ, അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അല്ല വെളിയിൽ ഒരുത്തം നിൽക്കുന്നില്ലേ, അവനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിപ്പോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നാളെ നമുക്ക് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാം, ഇപ്പൊ എന്തായാലും നീ പറയിക്കോ എന്നിങ്ങനെ പറയുന്നതും അവനാണെങ്കിലും നല്ല ഇതിൽ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും അവന്റെ സ്വപ്നത്തിൽ വീണ്ടും അവന്റെ ഭാര്യ ഇങ്ങനെ വരാണ് എന്നെ രക്ഷിക്ക് ഫെയ് എന്നില്ല ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ വിസ തീരാനായിട്ട് ഇനി 2 ദിവസം കൂടിയുള്ളൂ, അതിനുള്ളിൽ അവന്റെ ഭാര്യയെ കണ്ടുപിടിച്ചേ പറ്റും. അപ്പോഴേക്കും അവർ ലോയർ പെട്ടെന്ന് ഫെയോട് ചോദിക്കും അല്ല കാർ നല്ല സ്പീഡിന് ഓടിക്കുന്നത് കൊണ്ട് നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത്, അത് നിനക്കല്ലേ മനസ്സിലാവുമെന്ന് പറഞ്ഞ് താഴേക്ക് വരുമ്പോഴത്തേക്കും ഒരു ചുവന്ന കാർ അങ്ങനെ കിടക്കാണ്. അങ്ങനെ രണ്ടുപേരും ആ ഒരു കാറിനകത്തേക്ക് കയറി ഇരിക്കുമ്പോഴത്തേക്കും സീറ്റ് ബെൽറ്റ് നല്ലോണം പിടിച്ചിട്ടോ എന്ന് ലോയർ പറഞ്ഞിട്ട് വണ്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഇവരെ ഫോളോ ചെയ്തെടുത്ത രാത്രി വന്നിരുന്നല്ലോ അവനും ഇവരുടെ പുറകെ തന്നെ ഉണ്ട്. അതുമല്ലാതെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ നല്ല സ്പീഡിന് കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു. അവനാണെങ്കിലും പുറകെ തന്നെയുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം ഓടിച്ചോടിച്ച അവസാനം അവന്റെ മുന്നിൽ നിന്ന് എങ്ങനെ നല്ല സ്പീഡിന് രക്ഷപ്പെട്ട് ഒരുപാട് വണ്ടികളുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് കാർ അവിടേക്ക് കൊണ്ടുവന്ന് പാർക്കും ചെയ്യുന്നു. അങ്ങനെ ഇവരെ ഫോളോ ചെയ്ത് വന്നവനാണെങ്കിലും ഒരുപാട് നേരം അവിടെ എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് അവരെ കാണാത്തത് കൊണ്ട് ആരെയും ഒരാളെ ഇങ്ങനെ വിളിച്ച് അയാളോട് സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ ലോയറും ഫെയ്യും അവൻ പോകുന്നത് കണ്ട് മറ്റൊരിടത്ത് ഇങ്ങനെ കിടക്കാണ്. അതുപോലെ ഇപ്പൊ അവരുള്ളത് മറ്റൊരു കാറിൽ. എന്നിട്ട് ഇവരെ ഫോളോ ചെയ്ത് വന്നല്ലോ, അവനെ ഫോളോ ചെയ്ത് മറ്റൊരു കാറിൽ അവരുടെ പുറകെ തന്നെ ഇങ്ങനെ പോകുന്നു. അങ്ങനെ അവനെ ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്കാണ് അവനിപ്പോ ഒരു പഴകിയ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെല്ലുന്നു. അവനെ ഫോളോ ചെയ്ത് ഇവർ പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കാര്യം മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ ഓർഗനൈസ്ഡ് ക്രൈം ടീം തന്നെയാണ്. നമ്മുടെ ഫെയ് മാത്രമല്ല, ഫെയെ പോലെ ഒരുപാട് പേരെ ഇവർ ഇതേപോലെ പറ്റിച്ചിട്ടുണ്ട്. അതേസമയം നമ്മുടെ ലോയർ അവിടെയുള്ള ഫോട്ടോസ് എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫെയ്ക്ക് വീണ്ടും ഒരു ഫോൺ കോൾ വരുന്നു. അതേസമയം അവിടെയുള്ള സ്ക്രീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഫെയ് ഉള്ള ഒരു ലൊക്കേഷൻ അവർക്ക് എങ്ങനെയോ മനസ്സിലായിട്ട് ഇവരെ ഫോളോ ചെയ്ത് വന്നവൻ ഒരു ഷോട്ട് ഗൺ എടുത്ത് ഇവരെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് ഇവരും മാക്സിമം ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഓടിക്കയറാണ്. അവനാണെങ്കിൽ പുറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഓടി 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 അവസാനം ഇപ്പോൾ രാത്രിയായി. ഇവർ അതിന് മുകളിലൂടെ ഓടി അവസാനം ഒരു ലൈറ്റ് ഹൗസിന്റെ മുന്നിലേക്ക് വരുന്നതും നമ്മുടെ ഫെയ് പറയും മേഡം നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിനോട് ഈ ഒരു കാര്യം പറഞ്ഞു പറ്റും, അവർ വന്നിട്ട് ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും ഫെയ് അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാരണം ഈ ഒരു സമയം കൊണ്ട് തന്നെ അവർ എല്ലാ ഡീറ്റെയിൽസും അവിടെ നിന്ന് ഇല്ലാതാക്കി കാണും. ഒരു പക്ഷെ ആർക്കറിയാം പോലീസിൽ തന്നെ ഇവരുടെ ആളുകളുണ്ടെങ്കിലോ. അപ്പോൾ ഫെയ് ചോദിക്കും ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു ലോയർ പറയും അതെന്താണ് ചെയ്യേണ്ടതെന്ന് നീയാണ് തീരുമാനിക്കേണ്ടത്, കാരണം നിനക്കിടയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്, അതാരാ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെന്റെ ചൈനയിലുള്ള ഒരു ഫ്രണ്ടാണ്. ആണോ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോട്ടോ നോക്ക്, ഈ ഫോട്ടോയ്ക്ക് എന്താ അർത്ഥം എന്നിങ്ങനെ ചോദിക്കുന്നതും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫെയ് ഈ ഗാംബ്ലിംഗ് ഉണ്ടല്ലോ അത് ചെയ്യുമായിരുന്നു, ഈ ചൂതാട്ടം പോലെ.
കാശ് വെച്ചുള്ള ആ ഒരു ഗെയിം. എന്തുകൊണ്ടാ ഫേ ഈ ഒരു കാര്യമല്ല എന്നിൽ നിന്ന് മറച്ചത്? നിന്റെ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം അറിയായിരിക്കാം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കും വഴക്കായിട്ട് അവൾ നിന്നെ വിട്ട് പോയത് എന്ന് പറയുമ്പോൾ ഫെയ് പറയും, നിങ്ങൾക്കറിയോ എന്റെ ഭാര്യ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്, അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും എന്നെ വിട്ട് പോകത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് ആ ഒരു ലോയർ അവനോട് പറയുന്നത്, നിന്റെ ഭാര്യ കാണാതായതിനു ശേഷം അവളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പണം വിഡ്രോ ചെയ്തിട്ടുണ്ട്, അതുമല്ലാതെ ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ചെയ്തത് നിന്റെ ഭാര്യ തന്നെ ആയിരിക്കും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിൽ നിന്ന് ഒന്നും ഒളിപ്പിക്കരുതെന്ന്. പക്ഷെ നീ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്, മര്യാദയ്ക്ക് അത് എന്നോട് പറയും, എന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ ഒളിപ്പിക്കുന്ന ആ ഒരു കാര്യങ്ങൾ പറയാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നത്. ഇപ്പോൾ ഉള്ളതുപോലെയൊന്നുമല്ല മേഡം, ഞാൻ ജനിച്ച കുടുംബം തന്നെ വളരെ മോശമായിട്ടുള്ള കുടുംബമായിരുന്നു. എൻ്റെ അച്ഛൻ ഒരുപാട് ഗാംബ്ലിങ് ചെയ്യുമായിരുന്നു, എൻ്റെ അമ്മയും ഇതേപോലെ പണം വെച്ചിട്ടുള്ള ഒരുപാട് ഗെയിമുകൾ, അങ്ങനെയുള്ളൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പക്ഷേ എന്നിരുന്നാലും ഞാൻ നല്ലതുപോലെ പഠിക്കുമായിരുന്നു. ഒരിക്കലും എനിക്ക് കോളേജിൽ പോലും പഠിക്കാൻ കഴിഞ്ഞില്ല, കാരണം അതിന് മേലെ എന്നെ പഠിപ്പിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി. ഞാൻ ചെയ്യാത്ത ഒരു ജോലികളുമില്ല. ഡെലിവറി ബോയ് ആയിട്ട്, ബാർ ടെൻഡറിൽ, ഇങ്ങനെ പല ജോലികളും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു ഡൈവിംഗ് സ്കൂളിൽ ജോലിക്ക് ചേർന്നത്, ചെറിയ കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കാനായിട്ട്, അതേപോലെ തന്നെ വലിയവർക്ക് സ്കൂബ ഡൈവിംഗ്. ഇങ്ങനെ ആ ഒരു ജോലിക്ക് ചേർന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ കുറച്ചെങ്കിലും പണം നല്ല രീതിയിൽ ഞാൻ കണ്ടു തുടങ്ങിയത്. എന്നിരുന്നാലും വീട്ടുവാടക, ബാക്കി ചിലവുകൾ, കയ്യിലൊരിക്കലും പണം ബാക്കി നിന്നിരുന്നില്ല. അപ്പോഴാണ് ഞാനൊരു പരസ്യം കണ്ടത്. ആ ഒരു ആപ്പിൽ പണം ഉപയോഗിച്ച് പല പല ഗെയിമുകൾ കളിക്കാൻ കഴിയും. ജയിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ ഒരുപാട് പണം കിട്ടും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പണത്തിലാണ് ഞാൻ ആ ഒരു ഗെയിം കളിക്കാൻ തുടങ്ങിയത്. ഇത്രയും വർഷമായിട്ട് എനിക്ക് ലക്ക് എന്ന് പറഞ്ഞ ഒന്നില്ലായിരുന്നു. പക്ഷെ ആ ഒരു ആപ്പിൽ ഞാൻ ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് പണം കിട്ടി. അത് കഴിഞ്ഞ് വീണ്ടും പണം ഇട്ട് പിന്നെ എനിക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഗാംബ്ലിങ്ങിൽ അടിമയായി പോയത്. അതുകൊണ്ട് മൊബൈൽ ഫോണിലല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് കാസിനോയിൽ തന്നെ പോയി ഞാൻ ഗാംബ്ലിങ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കളിച്ച് അവസാനം എനിക്ക് ഒരുപാട് പണം കിട്ടി. പക്ഷേ പിന്നീട് പതിയെ ആ ഒരു പണമെല്ലാം കുറയാൻ തുടങ്ങി. കളിക്കുന്ന എല്ലാ ഗെയിമിലും ഞാൻ തോക്കുന്നു. എനിക്ക് ഒട്ടും ലക്കില്ലായിരുന്നു. പക്ഷെ ഗാംബ്ലിങ് ഒരു അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലോൺ വരെ വാങ്ങി. അതുമല്ലാതെ ആ ഒരു കാസിനോയിൽ തന്നെയുള്ള റൗഡികളുടെ കയ്യിൽ നിന്ന് ഞാൻ പണം ഒരുപാട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ട് എനിക്ക് നഷ്ടപ്പെട്ട ആ ഒരു പണം തിരിച്ചെടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. വാങ്ങിയ കടം അതെനിക്ക് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ റൗഡികൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. വേറെ വഴിയില്ലാതെ വീണ്ടും ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ആ ഒരു കടങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടെൻഷനിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് സ്കൂബ ഡൈവിംഗ് ചെയ്യുന്നതിനിടയ്ക്ക് എൻ്റെ ഭാര്യയെ ഞാൻ കണ്ടുമുട്ടുന്നത്. അവളെ കണ്ട അന്ന് മുതൽ തന്നെ എനിക്ക് അവളോട് അത്ര ഇഷ്ടമുണ്ടായിരുന്നു. അതിനുശേഷം അവളോടെങ്കിലും വളരെ വിശ്വാസമായിട്ട് ഇരിക്കണമെന്നുള്ള രീതിയിൽ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും അവളോട് ഞാൻ പറഞ്ഞിരുന്നു. ഇതെല്ലാം കേട്ടിട്ടും അവൾ എനിക്ക് സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഗാംബ്ലിംഗ് കളിക്കുന്നത് തന്നെ നിർത്തലാക്കി. അവളുടെ സഹായം കൊണ്ട് ഞാൻ എല്ലാ കടവും തീർത്തു. അതുമല്ലാതെ അവളുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അവരുടെ ബിസിനസ് എടുത്ത് ഞാൻ നടത്തി. ഞാൻ നല്ല രീതിയിൽ പണക്കാരനായി. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ലോയർ ചോദിക്കും, നീ വീണ്ടും ഗാംബ്ലിംഗ് എന്തെങ്കിലും കളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല, അതിനുശേഷം ഞാൻ ആ ഒരു വശത്തേക്ക് മാത്രം പോയിട്ടില്ല. അതുപോലെ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നടന്ന് കഴിഞ്ഞ കാര്യങ്ങളാണ്. അതൊന്നും ആലോചിക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊന്നും പറയാഞ്ഞത്. അതുമല്ല എൻ്റെ ഭാര്യയാണെങ്കിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. എത്രയും പെട്ടെന്ന് എനിക്ക് അവളെ കണ്ടുപിടിച്ചേ പറ്റൂ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ലോയർ ആണെങ്കിലും ഹേയ് അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് അടുത്ത ദിവസം കാണിക്കുന്നത്. ഇനിയിപ്പോൾ വിസ തീരാനായിട്ട് ഒരു ദിവസം കൂടിയുള്ളൂ. ഫെയ് ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ലോയർ വന്നിട്ട്, ഒരു നല്ല കാര്യമുണ്ട്, ആ ഫോട്ടോ കടയിൽ വർക്ക് ചെയ്യുന്ന അയാള് അവിടുത്തെ ഒരു ലേഡിയെ പറ്റി പറഞ്ഞിരുന്നില്ലേ, അവളെ ഞാൻ കണ്ടുപിടിച്ചു. അതുമല്ല അവളുടെ കയ്യിൽ നീ നിന്റെ ഭാര്യ എടുത്ത ഒറിജിനൽ ഫോട്ടോ ഇരിപ്പുണ്ട്. പക്ഷേ എന്താ, അത് വേണമെന്നുണ്ടെങ്കിൽ $2,00,000 അവൾക്ക് കൊടുക്കണമെന്നാ പറയുന്നത്. ഏയ് അതൊന്നും കുഴപ്പമില്ല, എത്ര കാശ് വേണമെങ്കിലും ഞാൻ കൊടുക്കാം, ആ ഒരു ഫോട്ടോ മാത്രം എനിക്ക് കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവളെൻ്റെ യഥാർത്ഥ ഭാര്യയല്ലാന്ന് എനിക്ക് ഈസി ആയിട്ട് എല്ലാവരുടെ മുന്നിൽ തെളിയിക്കാൻ കഴിയും. ഓക്കെ ശരി, എങ്ങനെയാണെങ്കിൽ എന്തായാലും ആ ഒരു ഒറിജിനൽ ഫോട്ടോസ് വാങ്ങാമെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും ആ ഒരു ലേഡിയെ കാണാനായിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പണവും കൊണ്ട് അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും, സോറി ഇതൊരു ലേഡിയല്ല, ഒരു മുടി വളർത്തിയൊരു വടുവനായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ സ്ത്രീയെ പോലെ തോന്നി, അതെന്തായാലും കാര്യമാക്കണ്ട. അങ്ങനെ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എവിടെ ഫോട്ടോ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ആദ്യം കാശ് കൂടെ എന്നിട്ട് ഫോട്ടോ വരാമെന്ന് പറഞ്ഞ് അവൻ്റെ ലാപ്ടോപ്പ് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫെയ്യും അവൻ്റെ യഥാർത്ഥ ഭാര്യയിൽ നിന്നെടുത്ത ഫോട്ടോ ലാപ്ടോപ്പിൽ ഇങ്ങനെ കാണുന്നു. അത് കാണുമ്പോഴത്തേക്കാണ് അവൻ ഇത്തിരിയെങ്കിലും ആശ്വാസമാവുന്നത്. അതുപോലെ ഇവരുള്ളത് ഒരു ബീച്ചിൻ്റെ സൈഡാണ്. അപ്പോഴേക്കാണ് അവിടേക്ക് മറ്റൊരുത്തം വന്നിട്ട് അവൻ വന്നിട്ട് പറയും, സാർ ആ ഒരു ഫോട്ടോയിലുള്ള സ്ത്രീ സ്കൂബ ഡൈവിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് പോയിരുന്നു എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഫെയ് പറയും, എൻ്റെ വൈഫ് ഇവിടെ സ്കൂബ ഡൈവിംഗ് ചെയ്യുന്നു, ഏയ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതെ പോടാന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നതും. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. അതുമല്ല ആ ഒരു വർക്കറേയും ഇവർ കൂട്ടിയിട്ട് പോകുന്നുണ്ട്, കാരണം അവനാണല്ലോ ഇതിനെല്ലാം സാക്ഷിയായിട്ടുള്ളത്. അതുമല്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് തന്നെ ലോയർ ഫെയ്യോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിന്റെ ഭാര്യ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല, അവളായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. കാരണം അവിടെയുള്ള ആ ഒരു പയ്യൻ പറഞ്ഞത് കേട്ടില്ലേ, അവൾ സ്കൂബ ഡൈവിംഗ് ചെയ്യാനായിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് പോയെന്ന്.
അപ്പോൾ ഫെയ് പറയും, മേഡം ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ ഭാര്യയ്ക്ക് സ്കൂബ ഡൈവിംഗ് പഠിപ്പിച്ച് കൊടുക്കുന്നതേ ഞാൻ തന്നെയാണ്. കാരണം അവൾ ഇപ്പോഴും അത് നല്ല രീതിയിൽ പഠിച്ചിട്ടില്ല. അവൻ പറയുന്നത് വേറെ ആരെങ്കിലും കണ്ടിട്ടായിരിക്കും. ഒരു പക്ഷെ അവൻ പറഞ്ഞതുപോലെ അത് നിന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം ശരിയായിരിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാര്യ ആയിരിക്കും കുറ്റവാളി. അപ്പോഴേക്കും ഫെയ് ആണെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് ഒരിക്കലും ഇല്ല, എന്റെ ഭാര്യ അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവന് അവരോട് ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കുകയാണ്. എന്നിട്ട് കാർ അവിടെ നിർത്താൻ പറഞ്ഞ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ എന്നെല്ലാം ഇങ്ങനെ പറയുന്നതും പെട്ടെന്ന് നമ്മുടെ ഫെയുടെ മുഖത്തേക്ക് രക്തം ഇങ്ങനെ തെറിക്കാണ്. എന്താണെന്ന് കാണിക്കുമ്പോ ആഹാ, ആ ഒരു വർക്കറില്ലേ അവനെ ആരോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുമല്ലാതെ നമ്മുടെ ലോയറിനെയും ഫെയിനെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ആ ഒരു കാറിന്റെ പുറകിലേക്ക് പോയിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കും. ലാപ്ടോപ്പ് ബാഗ് ആണെങ്കിൽ മുന്നിൽ കിടക്കുന്നു. അതുമല്ലാതെ ആ ഒരു ലാപ്ടോപ്പ് ബാഗിലാണ് ഹാർഡ് ഡിസ്ക് ഉള്ളത്, അതിലാണ് ഫോട്ടോസ് ഉള്ളത്. അതെങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ. അങ്ങനെ അത് എടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും വീണ്ടും ആരൊരാൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും ഇവരുടെ ജീവൻ രക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാന്നുള്ള രീതിയിൽ ആ ഒരു കാട് വഴി ഇറങ്ങി ഓടുന്നതും ആ ഒരാളാണെങ്കിൽ ഇവരെ ഫോളോ ചെയ്ത് പുറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഓടി ഓടി അവസാനം ഇപ്പോൾ ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തായിട്ട് വന്നിങ്ങനെ നിൽക്കാണ്. ഇവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അറിയാം. അതേസമയം തന്നെ പുറകെ വരുന്നവൻ തോക്കെടുത്ത് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നതും ഈ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ലോയർ പേടിച്ച് ഫെയ്യെ തള്ളി താഴേക്കിടും. ഫെയ് ആണെങ്കിൽ നേരെ വന്ന് വെള്ളത്തിലേക്ക് വീഴുന്നതും അവനിപ്പോ ഒരു കുഴപ്പമില്ല, അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവൻ ഓടുന്നു. അതുമല്ല തന്റെ ഭാര്യയെ കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്തായാലും തന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ ഓടി അവന്റെ ഹോട്ടലിലേക്ക് വന്ന് പാസ്പോർട്ട് സാധനങ്ങൾ എല്ലായിടത്തും ബാഗിൽ പാക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫേക്ക് ആയിട്ടുള്ള ഭാര്യ ഉണ്ടല്ലോ അവൾ അവിടേക്ക് വരുന്നു. എന്നിട്ട് അവളുടെ കയ്യിലാണെങ്കിൽ ഒരു ബോട്ടിലുണ്ട്. അതുകൊടുത്ത് അവന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അവൻ പറയും, ഏയ് നിനക്കിപ്പോ എന്താ വേണ്ടത്? എന്റെ എല്ലാ പണവും നിനക്ക് തരാം, എന്നെ വെറുതെ വിട്ടാൽ മാത്രം മതി, പ്ലീസ് എന്നെ ഒന്ന് ചെയ്യരുതെന്നല്ല ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവള് പറയും, എനിക്ക് നിന്റെ പണവും ഒന്നും വേണ്ട, അതിന്റെ ആവശ്യം എനിക്കില്ലാന്ന് പറഞ്ഞ് കയ്യിലുള്ള ആ ഒരു കുപ്പിയെടുത്ത് അവളുടെ തലയിലേക്ക് തന്നെ അടിച്ചു കൊടുക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അവളുടെ തലയിൽ നിന്ന് രക്തം വരുമ്പോഴത്തേക്കും ആ ഒരു കാരണം കാണിച്ചുകൊണ്ട് അവനെ ഒരു ഭ്രാന്തനാക്കി മാറ്റി അവന്റെ കയ്യിലുള്ള എല്ലാ സ്വത്തും എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇപ്പോൾ തീരുമാനിക്കുന്നത്. അപ്പോഴേക്കും അവനാണെങ്കിലും ദേഷ്യം വന്ന് അവളുടെ കഴുത്തിന് പിടിച്ച് അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ആ ഒരു ഹോട്ടലിലുള്ള എല്ലാവരും വന്ന് അവനെ തടഞ്ഞു നിർത്തിയിട്ട് അവൻ അടങ്ങാത്തത് കൊണ്ട് അവന് ഷോക്കെല്ലാം കൊടുക്കുന്നു. അങ്ങനെ ഫെയുടെ ബോധം പോയിട്ട് കുറച്ച് കഴിഞ്ഞ് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവൻ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിനകത്താണുള്ളത്. അതുമല്ലാതെ അവന്റെ കൈയും കാലെല്ലാം കെട്ടിയിട്ടിട്ടുണ്ട്. 2 നേഴ്സ്, ഒരു ഡോക്ടർ. അങ്ങനെ അടുത്തേക്ക് വന്നിട്ട്, ഏയ് നീ ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ്. ഏയ് എനിക്കെന്തിനാ ഓപ്പറേഷൻ ചെയ്യുന്നേ, പ്ലീസ് എന്നെ വെറുതെ വിട്, എന്നെ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് കഥക് തുറന്ന് ഒരാൾ അകത്തേക്ക് വരുന്നു. ആരാണെന്ന് കാണിക്കുമ്പോ ആഹാ, അത് നമ്മുടെ പോലീസുകാരൻ. അപ്പോഴേക്കും നമ്മുടെ ഫേക്ക് എതിരെ സമാധാനം, സാർ എന്നെ എന്താ ചെയ്യുന്നത് നോക്കിയേ, എന്നെ എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ പറയുമ്പോൾ അവന്റെ പുറകെ ആ ഒരു ഫേക്ക് വൈഫ് പിന്നെ ഇവരെ ഫോളോ ചെയ്ത് വന്നല്ലോ ഒരുത്തൻ. അവൻ എല്ലാവരും ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഫെയ് മനസ്സിലാക്കുന്നത് ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് കളിക്കുമായിരുന്നെന്ന്. അതുമല്ല ഇവരുടെ കൂടെ എല്ലാ ഒരു വർക്കറിനെ കൊന്നതും ഈ ഒരു പോലീസുകാരൻ തന്നെയായിരുന്നു. എന്നിട്ട് പോലീസുകാരൻ വന്ന് ഡോക്ടറിനോട് പറയും, അല്ല ഓപ്പറേഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇനി 1 മണിക്കൂറിനകത്ത് എന്തായാലും അത് ചെയ്തിരിക്കും. അതുമല്ല അവന്റെ ഭാര്യയുടെ കൈയെഴുത്ത് വേണമെന്ന് പറയുമ്പോൾ ആ ഒരു ഫേക്ക് ഭാര്യ ഉണ്ടല്ലോ അവള് വന്ന് അതിൽ സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു നേഴ്സുമാരെല്ലാം വന്നിട്ട് അവന്റെ തല ഇങ്ങനെ മുട്ടയടിക്കുന്നു. എന്നിട്ട് തലയും കൈയും എല്ലാം ടൈറ്റ് ചെയ്ത് അവൻ അതിൽ എന്നെ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അതേസമയം ഒരു നേഴ്സ് മാത്രം ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ടൂൾസും മറ്റു കാര്യങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് വന്നിട്ട് ഫെയ്യുടെ അടുത്തേക്ക് വന്നിട്ടാണ്, ഏയ് ഫെയ് ഇത് ഞാനാണ് എന്നിങ്ങനെ പറയുന്നത്. ആരാണെന്ന് കാണിക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ലോയർ. അപ്പോഴേക്കും ഫെയ് പറയും, മേഡം എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോവാം, എന്നെ രക്ഷിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും അതൊന്നും ഒരിക്കലും പെട്ടെന്ന് നടക്കത്തില്ല. കാരണം പോലീസ് ഇപ്പോൾ എന്നെ അന്വേഷിക്കുന്നുണ്ട്. കാരണം ആ ഒരു വർക്കറെ കൊന്നത് ഞാനാണെന്നും പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, നിന്റെ ഭാര്യ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാന്നുള്ളത്. അപ്പോൾ ഫെയ് പറയും, അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും, ഇപ്പോഴവൾ എവിടെയാണെന്ന് നമുക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ലോയർ പറയും, അത് നിനക്കറിയാം, നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ, കാരണം നീ ഇപ്പോഴും എന്തോ ഒരു കാര്യം മറയ്ക്കുന്നുണ്ട്, അതെന്താണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഫെയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇല്ല മേഡം, ഞാൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇനി എന്താ പറയേണ്ടത്, എന്റെ ഭാര്യയെ കാണാനില്ല, അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും നേരം ആ ഒരു ബാറിൽ തന്നെ കാത്തിരുന്നത്, അത്രയും നേരം കാത്തിരുന്നിട്ട് അവൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ലോയർ പറയും, കള്ളം പറയരുത് ഫെയ്, നീ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ ജോലികളാണ് ചെയ്തതെന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു 1.5 കാര്യം പറയാൻ പോകുന്നത്. നിന്റെ ഭാര്യ സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ പോകുന്നെന്ന് അവിടെയുള്ളൊരു പയ്യൻ പറഞ്ഞപ്പോൾ നീ ഒരിക്കലും അത് സമ്മതിച്ചില്ല. പക്ഷേ ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നിന്റെ ഭാര്യ സ്കൂബ ഡൈവിംഗ് ചെയ്യാനായിട്ട് പോവായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവൾ വാങ്ങിയ സാധനങ്ങളുടെ ബില്ലാണ് ഇത്. അവളുടെ കൈയെഴുത്ത് വരെ ഇതിലുണ്ട്. അതുമല്ലാതെ അവിടെ 2 സ്യൂട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അതിലൊന്ന് നിനക്കുള്ള സൈസ്. അതുമല്ല നീ ആ ഒരു ബാറിൽ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അവിടെയുള്ള എല്ലാവരും നിന്നെ കാണുകയും ചെയ്തെന്ന് പറഞ്ഞു. ഇതെല്ലാം നീ ചെയ്ത പ്ലാൻ തന്നെയാണ്. അപ്പോഴേക്കും കാണിക്കുമ്പോഴത്തേക്കാണ് ഫെയ് പറഞ്ഞത് സത്യം തന്നെയാണ്. അവൻ ആ ഒരു ബാറിലുണ്ടായിരുന്നു. പക്ഷേ അവിടെയുള്ളവര് അവനെ നിർബന്ധിച്ച് കുടിപ്പിച്ചതല്ല, ഇവൻ മനഃപൂർവ്വം എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് അതേപോലെ കുടിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പോലീസ് വന്ന് ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും ഇവൻ ആ ഒരു ബാറിൽ ഉണ്ടായിരുന്നതായിട്ട് അവിടെയുള്ള എല്ലാവരും പോലീസിനോട് പറയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവൻ ഛർദ്ദിക്കാൻ പോകുന്നത് പോലെ ബാത്റൂമിനകത്തേക്ക് ഓടി കയറി ബാത്റൂമിന്റെ ജനാല വഴി വെളിയിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് നല്ല സ്പീഡിന് ഓടി തന്റെ ഭാര്യയുള്ള ബീച്ചിനടുത്തേക്ക് ഓടി ചെല്ലുകയും ചെയ്യും. അത് കഴിഞ്ഞ് സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഡ്രസ്സെല്ലാം ഇട്ട് രാത്രി സമയത്ത് കടലിലേക്ക് സ്കൂബ ഡൈവിംഗ് ചെയ്യാനായിട്ട് പോവുകയും ചെയ്യുന്നു. പോയത് ഇവർ 2 പേരായിട്ടാണ്. പക്ഷെ തിരിച്ചു വന്നത് അവൻ ഒരാൾ മാത്രം.
കാരണം എന്താണെന്ന് വെച്ചാൽ നിന്റെ ഭാര്യ അതിനകത്ത് വെച്ച് മരിക്കുകയാണ് ചെയ്തത് എന്നിങ്ങനെ പറയുന്നതും ഫീ ആണെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടാൻ തുടങ്ങും. മാഡം, നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം പറയരുത്, നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുണ്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, നോർമലായിട്ട് സ്കൂബ ഡൈവിങ്ങിന് പോകുന്നവർ ഒരു മീറ്റർ യൂസ് ചെയ്യും, അവരെത്ര നേരമാണ് അവർ സ്കൂബ ഡൈവിങ് ചെയ്യുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. നീ റെസ്റ്റോറൻറ്റിൽ ഇരുന്നെന്ന് പറഞ്ഞ ആ ഒരു സമയത്തില്ലേ, ആ ഒരു സമയത്ത് നീ സ്കൂബ ഡൈവിങ് ചെയ്തെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. അതുമല്ലാതെ നീ നിന്റെ ഭാര്യയെ സ്നേഹിച്ചൊന്നും കല്യാണം കഴിച്ചതൊന്നുമല്ല, വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നീ അവളെ കല്യാണം കഴിച്ചത് എന്നും പറഞ്ഞ് മറ്റൊരു ടെസ്റ്റ് ഇങ്ങനെ പറയാണ്. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഭാര്യ സ്കൂബ ഡൈവിങ്ങിൽ ഉണ്ടാവുന്ന സമയത്ത് ആദ്യമായിട്ട് അവളുടെ ജീവൻ രക്ഷിക്കുക തന്നെയാണ് അവൻ ചെയ്തിരുന്നത്. പക്ഷേ അതുമല്ലാതെ അവളൊരു പണക്കാര വീട്ടിലെ പെണ്ണാണ്, കൂടാതെ അവളുടെ അച്ഛനും അമ്മയും മരിക്കുകയും ചെയ്തു. ഈ ഒരു കാര്യം മനസ്സിലാക്കിയ ഫീ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൾക്ക് പെയിന്റിങ് ഇഷ്ടമുള്ളത് കൊണ്ട് ഇവനും പെയിന്റിങ്ങിനെ പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് അതിനെപ്പറ്റി ഒരുപാട് സംസാരിച്ച് അവളെ ഇംപ്രസ് ചെയ്ത് അവളെ ഇഷ്ടപ്പെട്ട് അവസാനം അവളെ കല്യാണം കഴിക്കുകയും ചെയ്യുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പണത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവൻ വാങ്ങിയ ആ ഒരു കടങ്ങളെല്ലാം തീർക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഗാംബ്ലിങ് അവൻ സ്റ്റാർട്ട് ചെയ്തു. അവൻ്റെ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിനുശേഷം ഇനി എന്തിനാ ആ ഒരു പെണ്ണിനെ കൂടെ വെച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വെഡിങ് ആനിവേഴ്സറി എന്നുള്ള രീതിയിൽ അവളെ ഇവിടേക്ക് കൊണ്ടുവന്ന് സ്കൂബ ഡൈവിങ് ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ട് അവളെ അവിടെ വെച്ച് കൊല്ലുന്നത്. അതുമല്ലാതെ രാത്രി സമയത്ത് എന്തിനാണ് ഇവർ സ്കൂബ ഡൈവിങ് ചെയ്യാനായിട്ട് പോയത്? കാരണം അന്നത്തെ ദിവസം എന്തോ ഒരു സെലിബ്രേഷൻ നടക്കുമായിരുന്നല്ലോ. അപ്പോഴേക്കും വെള്ളത്തിനടിയിൽ വന്നിട്ട് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലേ ഈ ആകാശത്ത് ഫയർ വർക്കുകളെല്ലാം ഒരുപാട് നടക്കുമായിരുന്നു. അത് കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രീതിയിൽ പെയിന്റിങ് പോലെ തോന്നുന്നു പറഞ്ഞിട്ടാണ് അവളെ വിളിച്ച് രാത്രി സമയത്ത് സ്കൂബ ഡൈവിങ് ചെയ്യാനായിട്ട് പോയത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലോയർ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല, അവൻ സമ്മതിച്ച് കൊടുക്കുന്നില്ല. അവൻ പറയും, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നെല്ലാം പറഞ്ഞ് ആ ഒരു ടൈമർ നോക്കുമ്പോഴത്തേക്കും സമയം പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ലോയർ പറയും, നീ ഇപ്പോഴും സത്യങ്ങൾ പറയുന്നില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരിവിടേക്ക് വന്നിട്ട് നിന്നെ തല വെട്ടി പൊളിച്ച് നിന്നെ എന്തൊക്കെ ചെയ്യുമെന്നറിയോ, നീ പിന്നെ ഒരു ഭ്രാന്തനെ പോലെ ഇവിടെ എല്ലാം അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ടി വരും. അത് കഴിഞ്ഞ് നിന്റെ സ്വത്തെല്ലാം അവരെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ പറഞ്ഞേ പറ്റുള്ളൂ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫെയ്യും വേറെ നിവൃത്തിയില്ലാതെ, അത് ഞാൻ തന്നെയാണ് എൻ്റെ ഭാര്യയെ കൊന്നത്, അതേപോലെ ലൈറ്റ് ഹൗസിനടുത്താണ് അവളുടെ ശരീരം ഉള്ളത് എന്നിങ്ങനെ പറയുന്നതും ആ ലോയറും പെട്ടെന്ന് കരയാൻ തുടങ്ങാണ്. എന്നിട്ട് അവനോട് ചോദിക്കും, ഇത്രയും നാളും എന്നോടൊപ്പം നടന്നിട്ട് ഒരു നല്ലവനെ പോലെ എന്തിനാ നീ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ ഒരു കാര്യം ഇങ്ങനെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോൺ കോൾ വരുമല്ലോ, അത് ഇവന് പണം കൊടുത്തവരാണ് അവനെ വിളിക്കുന്നത്. സത്യത്തിൽ ഞാൻ അവളെ കല്യാണം കഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഗാംബ്ലിങ് ചെയ്യാനായിട്ട് തുടങ്ങി, ഒരുപാട് പണം പിന്നെയും നഷ്ടപ്പെട്ടു. ആ ഒരു കാര്യം എൻ്റെ ഭാര്യ കണ്ടുപിടിക്കുകയും ചെയ്തു. കല്യാണം കഴിഞ്ഞിട്ട് നീ ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നീ വീണ്ടും അത് ആരോപിച്ചിട്ടുണ്ടല്ലേ, അതും $10 മില്യൺ. ഇത്രയും പണം എവിടെ നിന്നല്ല ചോദിക്കുമ്പോൾ, പ്ലീസ് ഞാൻ അറിയാതെ ചെയ്തതാണ്, എന്നോട് നീ ക്ഷമിക്കണമെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഫെയിൻ്റെ ഭാര്യയാണെങ്കിൽ അവനെ ഒട്ടും വിശ്വസിക്കത്തില്ല. അങ്ങനെ അവൾ പോയി കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കാണ് അവളുടെ കബോർഡ് പരിശോധിക്കുന്ന സമയത്ത് ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള പേപ്പറെല്ലാം അവൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ സ്വത്ത് ഇനി അവന് കിട്ടത്തില്ല, വീണ്ടും ഇവനൊരു പാവപ്പെട്ടവനായി മാറും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള രീതിയിൽ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെ രാത്രി അവരുടെ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് അവന്റെ ഭാര്യ വരുന്ന സമയത്ത് അവൾക്ക് വേണ്ടിയിട്ട് ആഹാരമെല്ലാം റെഡിയാക്കി വെക്കുന്നു. നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് അവന്റെ ഭാര്യ ഡിവോഴ്സിന്റെ കാര്യം പറയാനായിട്ട് വരുമ്പോൾ, നിക്ക് അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാണ്. ഇനി മുതൽ ഞാൻ ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ഇനി മുതൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. അടുത്ത ആഴ്ചയാണെങ്കിൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വരാൻ പോവാണ്. അത് നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി ഞാൻ ഒരു ഐലൻഡിൽ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവസാനമായിട്ട് ഒരു അവസരം കൂടി പ്ലീസ് എന്നുള്ള രീതിയിൽ അവളോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവളുടെ മനസ്സ് മാറിയിട്ട് ഡിവോഴ്സ് ചെയ്യുന്നുള്ള കാര്യം പറയാനായിട്ട് വരുവാണ്. പക്ഷെ അവളുടെ മനസ്സ് മാറി അവൾ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവന്റെ പ്ലാൻ എന്താണെന്ന് അറിയാതെയാണ് ആ ഒരു പാവം അവനോടൊപ്പം അവിടെ പോകുന്നത്. അപ്പൊ അവൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, അവളെ അവിടേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് കൊന്നിട്ട് കാണാനില്ല എന്നും പറഞ്ഞ് അവളുടെ സ്വത്തെല്ലാം അവന്റെ പേരിലേക്ക് മാറ്റുക. അതായിരുന്നു അവന്റെ പ്ലാൻ. പക്ഷെ ഈ ഒരു കാര്യം അവിടെയുള്ള ആരൊക്കെയോ മനസ്സിലാക്കിയിട്ടാണ് അവനെ ഒരു ഭ്രാന്തനാക്കി അവന്റെ സ്വത്തുകളെല്ലാം അടിച്ചു മാറ്റാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഇത്രയും സത്യങ്ങൾ ലോയറിനോട് പറയുമ്പോഴത്തേക്ക് ലോയറാണെങ്കിലും നീ ഇത്രയും മോശപ്പെട്ട ഒരുത്തനാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനെ രക്ഷിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോവാണ്. ലോയർ പ്ലീസ് പോരുത്, എന്നെ രക്ഷിക്ക് പ്ലീസ്, എന്നെ വിട്ടിട്ട് പോരുതെന്നല്ല അവനിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും അവൻ ആ ഒരു കെട്ടെല്ലാം അഴിച്ചിട്ട് വെളിയിലേക്ക് വന്നിങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ അവനുള്ളത് വേറെ ഏതൊരു സ്ഥലത്ത്, ഇതെല്ലാം എന്തോ ഒരു സെറ്റ് ഇട്ടതുപോലെ. അങ്ങനെ അവൻ മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇതെന്താണെന്ന് പോലും അവന് മനസ്സിലാവുന്നില്ല. ലോയർ, ആ ഒരു പോലീസുകാരൻ, അവനെ ഫോളോ ചെയ്ത എല്ലാവരും, അതേപോലെ തന്നെ ആ സ്ഥലത്തുള്ള എല്ലാവരും അവന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നു. അതുമല്ലാതെ ലോയർ അവളുടെ നെഞ്ചിൽ നിന്നും ആ ഒരു സ്കിന്ന് പോലെ എന്തോന്നിങ്ങനെ വലിച്ചു മാറ്റുന്നതും അവളുടെ നെഞ്ചിൽ ആ ഒരു ടാറ്റു ഉണ്ടല്ലോ അതിങ്ങനെ കാണാൻ കഴിയും. ഈ ഒരു ടാറ്റു ആണ് ഫെയിന്റെ ഭാര്യയുടെ ആ ഒരു കൂട്ടുകാരിയുടെ അക്കൗണ്ടിലുള്ള ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലോയർ തന്നെയാണ് ഫെയുടെ ഭാര്യയുടെ ആ ഒരു സുഹൃത്ത്. എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് നമ്മുടെ ലോയറിനെ സ്കൂൾ കുട്ടികളെല്ലാം കൂടി ചേർന്നിട്ട് കളിയാക്കി ഒരുപാട് ഉപദ്രവിക്കുകയെല്ലാം ചെയ്യായിരുന്നു. അത് കാരണം അവൾ വിഷമിച്ചിട്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി ചാവാനായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ
ഫെയ്യുടെ ഭാര്യയാണ് അവളെ വന്ന് സമാധാനിപ്പിച്ച് ഇവർ നല്ല സുഹൃത്തുക്കളാവുന്നത്. അതിനുശേഷം നല്ല സുഹൃത്തുക്കളായിട്ട് ആ ഒരു ലോയറിന്റെ നെഞ്ചിലാണെങ്കിൽ ആ ഒരു മുറിവുണ്ടായിരുന്നു. അത് മാറാൻ വേണ്ടി ഫെയ്യുടെ ഭാര്യയാണ് അതിൻ്റെ ഒരു ചിത്രം വരയ്ക്കുന്നത്. അതാണ് അവള് ടാറ്റു ആയിട്ട് മാറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് ഫെയ്യുടെ ഭാര്യയാണെങ്കിൽ വേറൊരു രീതിയിൽ ഡ്രോയിങ് ഇങ്ങനെയുള്ള രീതിയിൽ മറ്റൊരു ജീവിതം ജീവിക്കുന്നു. നമ്മുടെ ലോയർ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ലോയർ ഒരു ലോയറല്ല, അവളൊരു ഡയറക്ടറാണ്. അവളും അവളുടെ ടീമും ചേർന്നിട്ട് സിനിമകളെല്ലാം ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ രണ്ടുപേരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫെയ്യുടെ ഭാര്യയെ കാണാനില്ല എന്നുള്ള ഒരു കാര്യം അവൾ മനസ്സിലാക്കുന്നത്. അതുമല്ലാതെ ലോയറിനാണെങ്കിൽ ഒരു കാര്യം മനസ്സിലായില്ല. അവസാനമായിട്ടും ഒരു ബീച്ചിനടുത്താണ് അവളുടെ സിഗ്നൽ കട്ടായത്. അതുമല്ലാതെ ഡൈവിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡ്രസ്സും മറ്റു കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഫെയ് ആണെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അവൻ എന്തോ ഒരു കാര്യം ഒളിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവന്റെ വായിൽ നിന്ന് തന്നെ സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ലോയർ അവളുടെ ടീമിനെ കൊണ്ടുവന്ന് ഇതെല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുമായിരുന്നു. അതുമല്ല ഒരു ഫേക്ക് ആയിട്ടുള്ള ഭാര്യ ഉണ്ടല്ലോ, അവളാണെങ്കിൽ നമ്മുടെ ലോയറിന്റെ സുഹൃത്ത് തന്നെയാണ്. നല്ലതുപോലെ അഭിനയിക്കുന്നത് കൊണ്ടാണ് അവളെ ഈ ഒരു കളത്തിലേക്ക് ഇറക്കി വിട്ടത്. അതുകൊണ്ട് തന്നെ അവസാനമായിട്ടും അവന്റെ വായിൽ നിന്ന് തന്നെ എല്ലാ സത്യങ്ങളും ഇവർ മനസ്സിലാക്കുകയും ചെയ്തു. ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോഴേക്കും ഫെയ് ഇത് കണ്ടിട്ട് നിന്നെ കാണിച്ചു തരാം, നിന്നെ ഒന്ന് കൊല്ലാതെ വിടത്തില്ല എന്ന് പറഞ്ഞ് ഓടി അടുത്തേക്ക് വരുന്നതും പോലീസുകാർ അവിടേക്ക് വന്നിട്ട് ഫെയ്യിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അതുമല്ലാതെ ഫെയ്യിന്റെ ഭാര്യ എവിടെയാണ് മരിച്ചു കിടക്കുന്നതെന്നുള്ള കാര്യം അവൻ അവരോട് പറയുമ്പോഴത്തേക്കും ആ ഒരു ടീം നേരെ കടലിനടിയിലേക്ക് ചെന്നിട്ട് അവന്റെ ഭാര്യയുടെ ശരീരം അവിടെ നിന്ന് കൊണ്ടുവരുന്നു. അതുമല്ല അവളുടെ അടുത്തായിട്ട് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഫോട്ടോ എന്താണെന്ന് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ലോയർ ആണെങ്കിൽ ആ ഒരു ഫോട്ടോയും എടുത്ത് നേരെ ജയിലിലേക്ക് ഫെയ്യിനെ കാണാനായിട്ട് ഇങ്ങനെ ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ ലോയറിനെ കാണുമ്പോൾ തന്നെ അവൻ ചിരിച്ചുകൊണ്ടിങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ഡിവോഴ്സ് ചെയ്യാന്നുള്ള കാര്യം പറയാനായിട്ട് വന്നപ്പോഴത്തേക്കാണ് അവളെ കൊല്ലാനുള്ള പ്ലാൻ ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പൊ എന്തായി, അവള് മരിച്ചു. അതല്ല, നീയാണ് അവളുടെ ഫ്രണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ എപ്പോഴേ കൊല്ലുമായിരുന്നു എന്നുള്ള രീതിയിൽ ഫെയ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലോയർ ആണെങ്കിലും പറയുന്നുണ്ട്, നിനക്ക് ചെറുതായിട്ടെങ്കിലും വിഷമില്ലേ, നീ നിന്റെ ഭാര്യയാണ് കൊന്നിട്ടുള്ളത്. എന്ത്, അവളെന്നെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് വന്നു? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? അതുകൊണ്ടാണ് ഞാൻ അവളെ കൊന്നതെന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുമ്പോഴത്തേക്കും അവള് പറയും, എടാ മൊരമണ്ട, അവൾ ഒരിക്കലും നിന്നോട് ഡിവോഴ്സിന്റെ കാര്യം പറയാനായിട്ടല്ല വന്നത്, അത് വേറൊരു കാര്യമാണ് എന്ന് പറഞ്ഞ ആ ഒരു ലോയർ ഇങ്ങനെ പറയാൻ തുടങ്ങും. എന്താണെന്ന് വെച്ചാല് അവന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നു. ആ ഒരു കാര്യം പറയാനായിട്ടാണ് അവൾ അവന്റെ മുന്നിലേക്ക് വന്നത്. പക്ഷെ അവൻ വിചാരിച്ചു ഡിവോഴ്സിന്റെ കാര്യം പറയാനാണെന്ന് പറഞ്ഞ് അവളെ വെക്കേഷന് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ അവളെ കൊല്ലാനായിട്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വെച്ച് കടലിനടിയിലേക്ക് കൊണ്ടുപോയിട്ട് നിനക്ക് ആ ഒരു പെയിന്റിങ് കാണിച്ചു തരാന്നെല്ലാം പറഞ്ഞ് കൊണ്ടുവരുന്ന സമയത്ത് അവനോട് ഞാനൊരു അമ്മയാവാൻ പോകുന്നു, നീ ഒരു അച്ഛനാവാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം പറയാനായിട്ടായിരുന്നു അവൾ പ്ലാൻ ചെയ്തു വെച്ച്. വയറിൽ ആ ഒരു കുട്ടി ഉണ്ടാകുമ്പോഴത്തേക്കുള്ള ആ ഒരു ചിത്രം ഉണ്ടല്ലോ, അതും എടുത്ത് അവനെ കാണിക്കാന്ന് പറഞ്ഞായിരുന്നു താഴേക്ക് പോയത്. പക്ഷെ അതിന് മുന്നേ തന്നെ അവൻ അവളെ ഒരു കേജിനകത്ത് വെച്ച് പൂട്ടി. അവൻ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എൻ്റെ വയറിലൊരു കുഞ്ഞുണ്ട് എന്നുള്ള രീതിയിൽ അവനെ കാണിക്കാനെല്ലാം ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാണാതെ അവൻ അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നതും ആ ഒരു കുഞ്ഞിനെ വയറിൽ വെച്ചുകൊണ്ട് തന്നെ ഫെയ്യുടെ ഭാര്യ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ അവനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും അവന്റെ ചിരിയെല്ലാം മാറി അവൻ ഇപ്പോഴാണ് നല്ല രീതിയിൽ വിഷമിക്കുന്നത്. അവൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്നിട്ട് അവൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്, എന്നെ ഇവിടെ വെച്ച് എന്നെ കൊല്ലി എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ലോയർ ആണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ അവള് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് തന്നെ പോകുന്നു. അപ്പൊ ഇതിലും വലിയൊരു ശിക്ഷ ഇനി ഫെയ്ന് കിട്ടാനില്ല. കാരണം അവന്റെ ജീവിതകാലം മുഴുവൻ അവൻ ചെയ്ത ആ ഒരു തെറ്റ് ആലോചിച്ച് അവൻ ആ ഒരു ജയിലിനുള്ളിൽ തന്നെ ജീവിച്ച് തീർക്കേണ്ടിയും വരും എന്നും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരെയും ബൈ.